ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ജാഫർ ചളിക്കോടാണ്. അദ്ദേഹം ഒരു ഇസ്ലാം മത വിമർശകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പലർക്കും പരിചിതനായിരിക്കാം. അദ്ദേഹം ഒരു ഇസ്ലാം മത വിമർശകനാകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കഥാകാരനായിരുന്നു, ഒരു കവിത ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളും കഥാപുസ്തകങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ അദ്ദേഹത്തെ ഒരു ഇസ്ലാം മത വിമർശകനായിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ധാരാളം പ്രഭാഷണങ്ങൾ, അതുപോലെ നല്ല ചൂടേറിയ ചില സംവാദങ്ങളും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് ഇന്ന് കുറച്ച് സംസാരിക്കാം. ശ്രീ ജാഫർ ചളിക്കോട്, താങ്കൾ ഹായ്. ഈ ഒരു റാഷണൽ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ യുക്തിവാദ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു അല്ലേ? അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ അനുഭവങ്ങൾ, ഒരു വിശ്വാസി എന്ന രീതിയിൽ താങ്കൾ ഒരു തികഞ്ഞ ദീനി യുവാവായിരുന്നുവോ? ഒരു തികഞ്ഞ വിശ്വാസി എന്നതിനേക്കാൾ കൂടുതൽ ഒരു തീവ്ര വിശ്വാസി എന്ന് പറയുന്നതായിരിക്കും നന്നാവുക. കാരണം വിശ്വാസം എത്രമാത്രം തലക്കകത്ത് കയറി തീവ്രമാവാൻ പറ്റുമോ അത് എത്രമാത്രം തീവ്രതയിൽ വിശ്വാസത്തെ അനുഭവിച്ച ആളാണ് ഞാൻ. കാരണം എന്റെ ഇവിടുത്തെ ഒരു മുസ്ലിം മെജോറിറ്റി ആയ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചളിക്കോട് എന്ന് പറഞ്ഞാല് കാന്തപുരം, അതായത് കാന്തപുരം ഏറ്റുവെക്ക മുസ്ലിയാരൊക്കെ നാടിന്റെ തൊട്ടടുത്തായിട്ട് ഏകദേശം 500 മീറ്ററിന്റെ ദൂരമേ ഉള്ളൂ. അപ്പം ആ AP അനുകൂലമായിരിക്കുന്ന എന്റെ കുടുംബത്തിന്ന് എന്റെ പിതാവ് എന്നല്ല, എന്റെ കുടുംബത്തിൽ എല്ലാവരും മുസ്ലിംമാരാണ്. അതായത് എന്റെ പിതാവിന്റെ ഏട്ടന്, അനിയന്, അങ്ങനെ തുടങ്ങിയ എന്റെ വൈഫിന്റെ ഫാദർ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നേതാവാണ്. അങ്ങനെ പൂർണ്ണമായ ഒരു ഇസ്ലാമിക് കൾച്ചറിൽ വാർത്തെടുക്കപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. അപ്പം സുന്നി AP സുന്നി കൂടിയാണ് വളരുന്നത്. അപ്പം അതേപോലെ തന്നെ ഇവിടുത്തെ മർക്കസ് സമ്മേളനങ്ങളൊക്കെ സ്ഥിരമായിട്ട് പോവുക, SSFന്റെ ഒക്കെ കുട്ടിക്കാലത്ത് SSFിലൊക്കെ പ്രവർത്തനങ്ങൾ സജീവമാവുക, അങ്ങനെ തുടങ്ങിയിട്ട് പൂർണ്ണമായ ഒരു വിശ്വാസം പിന്തുടർന്ന് പോരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ചിന്ത ഏതൊക്കെ രീതിയിലേക്ക് വളർന്നു വരുമോ, മറ്റെല്ലാം നമ്മളെ പുറത്ത് കാണുന്ന ഇസ്ലാം അല്ലാത്ത എല്ലാം തെറ്റാണ്, അവരെല്ലാം നരകത്തിലെ വിറകൊള്ളികളാണ് മറ്റും മനുഷ്യരെല്ലാവരും എന്ന് തന്നെ വിശ്വസിച്ചു പോരുന്ന ഒരു ചിന്താധാരയിലൂടെ തന്നെയായിരുന്നു ഞാൻ വളർന്നു വന്നത്. പിന്നെ വായന എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ സാഹിത്യ ഗ്രന്ഥങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുകയായിരുന്നു. ഒരു കാലത്ത് നല്ല വായനക്കാരൻ അഭിമാനം കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ വിശ്വാസി ആയിരുന്ന കാലഘട്ടത്തിലേ എന്തൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഈ അനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ച് അതിലെ ഈ മതത്തിന്റെ എല്ലാ കൊതിപ്പിക്കലിനും വിധേയനായി, പേടിപ്പിക്കലിനും വിധേയനായി തന്നെ ജീവിച്ചിരുന്നു പോയിരുന്നല്ലേ? എന്റെ ചെറുപ്പകാലത്ത് തന്നെ എനിക്ക് കുഞ്ഞായിരിക്കുന്ന ആ ചെറുപ്പകാലത്ത് ഞാൻ 30 നോമ്പ് നോക്കിയായിരുന്നു, പട്ടിണി എടുക്കായിരുന്നു. അപ്പം എന്നെ എല്ലാവരും അഭിനന്ദിക്കുകയായിരുന്നു, എല്ലാ നോമ്പും നോറ്റ്. അതേപോലെ ഒരു നിസ്കാരവും ഒഴിവാക്കില്ലായിരുന്നു. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ കുട്ടിക്കാലം തന്നെ വളർന്നത്. പിന്നെ മദ്രസയിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ച എല്ലാ വർഷവും എനിക്കാണ് ഈ നബിദിനത്തിനാണ് നമുക്ക് സമ്മാനം കിട്ടുക, ഏറ്റവും മാർക്ക് നേടിയതിന്. അപ്പം എനിക്ക് ഓർമ്മ വർഷങ്ങളിലൊക്കെ എനിക്കായിരുന്നു എന്റെ മദ്രസയിൽ ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടിയത്. കാരണം എനിക്ക് വാപ്പ ബസ്തിയാരായതുകൊണ്ട് വീട്ടിൽ നിന്നുള്ള പഠനവും കാര്യങ്ങളും അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അപ്പം അതേപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട് ഞാൻ മക്കത്ത് പോയിട്ട്. അപ്പം ആ സമയത്ത് 27-ാം രാവ്, നോമ്പ് 27-ാം രാവിന് എന്നാണ് ഞാൻ മക്കത്ത് പോയിട്ട് പോകുന്നത്. അപ്പം ഈ അവിടെ അജ്റുൽ അസ്വദ് മുത്തിയാൽ നമുക്ക് കറുത്ത കല്ല്, അത് മുത്തിയാൽ പാപങ്ങളൊക്കെ പുറത്തു പോകുന്നതാണ് വിശ്വാസം. അപ്പം പൊറുക്കപ്പെടുന്നു. അപ്പം അത് മുത്താൻ വേണ്ടിയിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ പെട്ടുപോയി, എന്നിട്ട് മുത്തുകയും, എന്നിട്ട് ഞാൻ അതിനിടയിൽ പെട്ടുപോയി, എങ്ങനെയോ ജീവൻ തിരിച്ചു കിട്ടിയ അവസ്ഥയിൽ, ജീവച്ഛവന്മാരി തിരിച്ചിട്ടൊരു അവസ്ഥയിൽ ഒരു തിരക്കപ്പെട്ടു പോയ അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു. അതായത് വിശ്വാസത്തിന്റെ ഒരു ഒരു കാഠിന്യം എന്ന് പറഞ്ഞാൽ എന്നിൽ അത്രത്തോളം ഉണ്ടായിരുന്നു. എപ്പോഴാണ് പിന്നെ ഒരു സ്പാർക്ക്, ഇതിനെതിരായിട്ട് ഒരു സ്പാർക്ക് ഉണ്ടായത്? എനിക്ക് ഞാൻ ഏകദേശം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കാലത്തില് ഞാൻ പഴയകാലത്ത് പറഞ്ഞാല് ശരിക്കൊരു ദുർബലനായിരുന്നു. അതായത് ദുർബലം എന്ന് പറഞ്ഞാൽ ശരീരമായിട്ടും ഒക്കെ തന്നെ പറഞ്ഞാൽ എന്നും ചെറുപ്പകാലത്തിലൊക്കെ എപ്പോഴും രോഗം പിടികൂടുക, അങ്ങനത്തെ ഒരവസ്ഥയിലൊക്കെ എനിക്ക് കടന്നു വന്നത്. വീട്ടിലൊക്കെ സാഹചര്യങ്ങളും അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാനൊരു റിക്കവർ ആയത് എങ്ങനെയാണെന്ന്, ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ചേരുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ എനിക്കൊരു ടൈഫോയിഡ് പിടിപെട്ട് 2-3 മാസം അതുമായിട്ട് എനിക്ക് കോളേജിൽ പോകാൻ പറ്റില്ല. അപ്പം ആ സമയത്ത് ഒക്കെയാണ് കൂടുതലായിട്ട് ഞാൻ ലൈബ്രറി പുസ്തകങ്ങളൊക്കെ ആശ്രയിക്കുന്ന വായനയിലേക്ക് കടന്നു വരുന്നത്. ഇതെനിക്ക് എന്നെ വായന വല്ലാതെ ആകർഷിക്കുകയും പിന്നെ നിരന്തര വായന ഒരു വല്ലാത്ത എന്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പം നന്നായിട്ട് വായിക്കുകയായിരുന്നു, പുസ്തകങ്ങളൊക്കെ വായിച്ച് തേടി പിടിച്ച് വായിക്കൽ തുടങ്ങി. അതേപോലെ തന്നെ പുസ്തക കളക്ഷനൊക്കെ കിട്ടുന്ന പൈസക്ക് പുസ്തകം വാങ്ങൽ തുടങ്ങി. ആ അവസ്ഥയിൽ
ഒക്കെ സമയത്ത് നമുക്ക് ചിന്തകൾ വരുന്നുണ്ട്. ചിന്തകൾ നമുക്ക് ഈ മതങ്ങളെ കുറിച്ചും കാര്യങ്ങളെ ചിന്തകൾ വരുന്നുണ്ടെങ്കിലും അപ്പോഴൊക്കെ നമ്മൾ ആ ചിന്തകളെ തട്ടി മാറ്റാൻ, ഏതൊരു മുസ്ലിമിനെ പോലെയും ആ ഒരു ചിന്തകളെ തട്ടി മാറ്റാൻ നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം അത് ഇബ്ലീസിന്റെ ചിന്തകളാണ്, നമ്മൾ നരകത്തിലേക്ക് എത്തുന്നവരാണ്. എനിക്ക് ആദ്യകാലത്തൊക്കെ കൂടുതലും മുസ്ലിം സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പിടിയൊക്കെ ആകുമ്പോഴേക്ക് എനിക്ക് എല്ലാ മതത്തിലുള്ള സുഹൃത്തുക്കൾ വരാൻ തുടങ്ങി. ഉടനടുത്തുള്ള ഹിന്ദു സുഹൃത്തുക്കൾക്ക് എന്റെ സുഹൃത്തുക്കളായി. അപ്പോഴൊക്കെ എന്റെ ഉള്ളിൽ കുറച്ച് ഞാൻ ഇസ്ലാമിനെ പറ്റി അന്നേരം എനിക്ക് കുറെയൊക്കെ അറിയാമായിരുന്നു. അപ്പം എങ്കിൽ കൂടി നമ്മൾ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് ഒരു പെയിന്റ് അടിച്ച് വെളുപ്പിച്ച ഒരു സംഭവമാണ് നമ്മളെ പഠിപ്പിക്കുക. മദ്രസകളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ മുസ്ലിംമാരെ വാലിൽ നിന്നൊക്കെ പഠിക്കുന്നതും അങ്ങനെ ഈ വായന പിന്തുടർന്ന് പോകുന്നത്. പിന്നെ ഞാൻ കുറെ കാലത്തിന് ശേഷം സാഹിത്യകൃതികളൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒക്കെ വിശ്വാസിയാണ്. അങ്ങനെ പിന്നെ മറ്റു മതഗ്രന്ഥങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വായിച്ചിട്ടുണ്ട്. അതിന്റെ കോമഡികൾ കണ്ട് ചിരിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, എന്തായാലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു ദൈവത്തിനുള്ള മതമാണ്, ഒരു ദൈവത്തിന്റെ ഗ്രന്ഥമാണ്. അത് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വായിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം അത് ഒക്കെ പെർഫെക്റ്റ് ആണെന്നല്ലോ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വിഷയം ഇതൊക്കെ വെച്ച് പുലർത്തുമ്പോൾ തന്നെ ഞാൻ ഒരു ഇസ്ലാമിൽ നിന്ന് പുറത്തു വരേണ്ട കാരണം എന്ന് പറഞ്ഞാല്, പൂർണ്ണമായിട്ട് പുറത്തു വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ ഖുർആൻ വായിക്കുക. നമ്മൾ പണ്ട് ഇവിടത്തൊക്കെ നമ്മൾ ഓതുക എന്നാ പറയുക, അതായത് ഇങ്ങനെ അറബിയിൽ ഓതിപ്പോയാൽ കൂടി അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കില്ല. അപ്പൊ മലയാളത്തിൽ ഖുർആൻ വായിച്ച സമയത്ത് ഫസ്റ്റ് എനിക്ക് തോന്നുന്നത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ വായനയിലൊന്നും ഇത് മനസ്സിലാവുന്ന ഒരു കുറവായിരിക്കും. പക്ഷെ ഇത് ആദ്യ വായന തന്നെ എന്റെ പൊട്ടി, അതായത് എന്റെ കിളി പോയി എന്ന് പറയാം. കാരണം ഇതെന്താണ്, ഇത് ദൈവത്തിൽ നിന്നുള്ളൊരു ഗ്രന്ഥം, അതായത് എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യന്മാരുടെയും സന്മാർഗം ഉദ്ബോധിപ്പിക്കാനുള്ള ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് എനിക്ക് അത്ഭുതം തോന്നി. അപ്പം ഇതിന്റെ എന്തൊക്കെയോ എനിക്ക് പ്രശ്നങ്ങൾ ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി, സലീം കുമാർ ഏത് സിനിമ പറയുമ്പോൾ എനിക്കാണോ ഭ്രാന്ത്, അതല്ല നാട്ടുകാർക്ക് മൊത്തമാണോ ഭ്രാന്ത്, എനിക്ക് സംശയം വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമതായിട്ട് ഈ പുസ്തകം ഖുർആനെ ഞാനൊരു പിന്നെ ഈ വാണിദാസ് എളയാവൂരും പിന്നെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നും പരിഭാഷപ്പെടുത്തിയ IPH ഇസ്ലാമിക് പബ്ലിക്കേഷന്റെ ഖുർആൻ ലളിതസാരം എന്ന് പറഞ്ഞൊരു പുസ്തകം വാങ്ങുകയും പിന്നെ അതിലെ തഫ്സീറുകളും വാങ്ങി ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ട് ഖുർആനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. ഈ സംഭവം പഠിച്ച സമയത്ത് എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ ഒരു സാധനമാണല്ലോ ഒരു വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ജനകോടികൾ നെഞ്ചിലേറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പലപ്പോഴും ഞാൻ എന്റെ ഈ വായിക്കുന്ന സമയത്ത് ഞാൻ റെഡിങ് കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടൊക്കെ പല കാര്യങ്ങളും നോട്ട് ചെയ്യും. അങ്ങനെ അതിന്റെ തഫ്സീറുകളും വിശദീകരണങ്ങളും നോക്കി പഠിക്കുകയും ചെയ്തു. പലപ്പോഴും ഞാൻ എന്റെ വീടിന്റെ മുറ്റത്തിറങ്ങി പൊട്ടിച്ചിരിച്ചു പോയ സമയമുണ്ട് ഇതിലത്തെ കോമഡികൾ കണ്ടിട്ട്. എനിക്ക് പണ്ട് ഞാൻ ബാലരമയും അല്ലെങ്കിൽ ബാലരമയൊക്കെ വാങ്ങിയ കോമഡിയൊക്കെ ആസ്വദിക്കാൻ വാങ്ങിയ പുസ്തകങ്ങൾ നഷ്ടമായി പോയി എന്ന് എനിക്ക് തോന്നി. പണ്ട് മുത്തിച്ചിപ്പൊക്കെ വായിക്കായിരുന്നു നമ്മൾ ആ ഇക്കിളി കഥകള് പിന്നെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനേക്കാളും നല്ല കഥകൾ ആസ്വദിക്കാൻ പറ്റിയ സെക്സും വയലൻസും ഒക്കെ കൂടിച്ചേർന്ന നല്ലൊരു കോമഡി ഗ്രന്ഥമായിട്ട് എനിക്ക് ഈ ഗ്രന്ഥം ഫീൽ ചെയ്തു. ഈ ഒരു ഗ്രന്ഥത്തിന്റെ കെട്ടും മട്ടും കണ്ടന്റും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇസ്ലാമിൽ നിന്ന് പുറത്തു കാണുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു ഗ്രന്ഥത്തെ ആദ്യം വിലയിരുത്തിയതിനു ശേഷമാണ് ഞാൻ മറ്റ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ തേടിപ്പിടിക്കുന്നതും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതും ആ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതും അങ്ങനെ പിന്നെ പുറത്തു വരുന്നത്. പക്ഷെ അങ്ങനെ പുറത്ത് വന്നാൽ തന്നെയും ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ, എനിക്ക് എന്താന്ന് പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര വളർന്നു വരുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഇസ്ലാം വിമർശകരുണ്ടോന്ന് എനിക്ക് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്തായാലും ഞാൻ വിശ്വസിച്ച് ഇതുവരെ പോകുന്ന കാര്യം പൊട്ടത്തരാണ്, വിഡ്ഢിത്തമാണ്. എല്ലാ മനുഷ്യരും സമന്മാരാണ്. എല്ലാ മനുഷ്യരും മതമായാലും ജാതിയായാലും ഉള്ളവരില്ലാത്തവരെല്ലാവരും മനുഷ്യർ തന്നെയാണെന്നുള്ളൊരു ബോധം എനിക്ക് വന്നു. അപ്പൊ എനിക്ക് തോന്നി, എന്തായാലും എനിക്ക് ദൈവത്തിന്റെ കൂട്ടം ആവശ്യമില്ല, നമുക്ക് സ്വന്തമായി ജീവിച്ചാൽ മതി എന്ന് നമ്മൾ തീരുമാനമെടുക്കുകയും നമ്മൾ മതത്തിൽ നിന്ന് പുറത്തു വന്ന് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് പ്രശ്നങ്ങൾ പറ്റുക. അതായത് ഇപ്പം ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാള് അവർക്കിപ്പം അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷെ ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാൾ നമ്മളിപ്പോൾ ആരോടൊന്നും പറയുന്നില്ല, നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് ഇസ്ലാമിക അതുവരെ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ നിർത്തുകയും എന്നിട്ട് അപ്പോഴേക്ക് തന്നെ നമ്മളെ സമൂഹം, നമുക്കിവിടെ സമൂഹം ഉണ്ടാവും, മഹലുണ്ടാവും, വീടുണ്ടാവും, ഇവരൊക്കെ നമ്മളെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇവർ ക്യാമറ കണ്ണോടി കാണുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യാൻ തുടങ്ങും. അതാണ് ഇസ്ലാം മതത്തിന്റെ പ്രശ്നം. അവർ കൂട്ടമായിട്ട്
നമ്മളോട് എതിർക്കാൻ വരും, എന്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പം ആ ഒരു അവസരത്തിൽ നമ്മൾ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റുന്നില്ല, പിടിച്ചെക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ഇഷ്ടംപോലെ എന്റെ ചുറ്റും തന്നെ ഇഷ്ടംപോലെ അവിശ്വാസികൾ ഉള്ളിൽ വിശ്വാസം പോയവരുണ്ട്. പക്ഷെ അവരുടെ അതുവരെ ഇത് തുറന്നു പറഞ്ഞാൽ അവരുടെ അതുവരെ ജീവിച്ച ഭൗതിക ജീവിതത്തിന് മാരകമായി പരിക്കേൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ തുറന്നു പറയാതിരിക്കുന്നത്. ഇവർക്ക് പലപ്പോഴും പലരും ഓതിയിട്ടും അല്ലെങ്കിൽ അല്ല ഈ വായത്തിൽ വായിച്ചിട്ടൊന്നും അല്ലെങ്കിലും നിലനിൽക്കുന്ന സാഹചര്യത്തിന്റെ ലോകത്തിന്റെ അവസ്ഥ, ഇന്ത്യന്റെ അവസ്ഥ, എന്തായാലും അവസ്ഥ കൊണ്ട്, സാമൂഹിക അവസ്ഥ കൊണ്ടൊക്കെ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായവരുണ്ട്. പക്ഷെ അവർക്കത് തുറന്ന് പറയാനുള്ള ചങ്കൂറ്റുണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതായാലും ഞാൻ എങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ മതാചാരങ്ങളിൽ നിന്ന് വിട്ടിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ സമൂഹവും വീട്ടുകാരൊക്കെ എനിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ച സമയത്ത് നമ്മൾ വീണ്ടും വീണ്ടും ഇവർക്ക് മറുപടി പറയാൻ വേണ്ടി ആഴത്തെ പഠിക്കേണ്ടി വരിക ചെയ്യുന്നത്. ആഴത്തെ പഠിച്ച സമയത്താണ് നമുക്ക് മനസ്സിലായത് ഇത് ഈ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, അത്രത്തോളം ഇത് മാനവിക വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്, ആധുനിക വിരുദ്ധമാണ്. പിന്നെ എല്ലാ കാലത്തെയും മനുഷ്യരെ സ്വാതന്ത്ര്യത്തെയും ഒക്കെ വേട്ടയാടിയ ഒരു മതമാണ്. നിരന്തരം ഇനിയും കുറെ കാലം ഇത് അനുദിനം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു മതമാണ്. നാസിസായാലും ഫാസിസായാലും ഒക്കെ തന്നെ അത് ആ വ്യക്തിയുടെ കാലഘട്ടത്തോടെ അത് അവസാനിക്കുന്ന കാഴ്ച നമുക്ക് കണ്ടു. പക്ഷെ ഇസ്ലാം എന്നൊരു ഐഡിയോളജി അതിന്റെ ഭീകരതൊന്നും എല്ലാ കാലത്തേക്കും ഇങ്ങനെ പിന്തുടർന്നു പോരുകയും അത് അവസാനിക്കാതെ പിന്തുടർന്നു പോരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വിളിച്ചു പറയണം, തുറന്നു പറയണം, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പുതിയ തലമുറ വരികയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സോഷ്യൽ വർക്ക് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനൊക്കെ ഈ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഭീകരമായ വേട്ടയാടലുകൾ അനുഭവിക്കുന്നുണ്ട്, അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം ശരിയാണ്, ഈ വേട്ടയാടലുകൾ അത് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാം മതത്തില് സെമറ്റിക് രൂപം ഉള്ളതുകൊണ്ടായിരിക്കും അത് കുറച്ചും കൂടെ ശക്തമാണ്. ഒരു ഹിന്ദുമതത്തെ സംബന്ധിച്ച് ഒരു വ്യക്തി ഹിന്ദുമതം വിട്ടെന്ന് കരുതിയ ആ വ്യക്തി കുടുംബത്തിൽ ഒറ്റപ്പെടുകയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒന്നും നമുക്കൊരു എതിർപ്പോ അല്ലെങ്കിൽ ഒരു അനിഷ്ടമോ വിദ്വേഷമോ ഒന്നും ഉണ്ടാകാറില്ല. പക്ഷെ പുതിയ ബന്ധങ്ങൾ പിന്നീട് ഉണ്ടാകുന്നതിന് ചിലപ്പോൾ തടസ്സമാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാള് ഒരു മതം വിട്ട ഒരാളാണ് അല്ലെങ്കിൽ ഈശ്വരവിശ്വാസി അല്ല എന്ന് പറഞ്ഞാൽ ഒരു വിവാഹ ബന്ധത്തിലേക്ക് പോകുമ്പോൾ അത്തരം ഒരു ആളെ സ്വീകരിക്കാൻ ഹിന്ദു കുടുംബങ്ങളായാലും തയ്യാറാവത്തില്ല. പക്ഷെ നിലവിലുള്ള ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരിൽ നിന്നും വലിയ ഒരു നമ്മളെ അകറ്റി നിർത്തുകയൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇസ്ലാം മതത്തില് അത് തീവ്രമായിട്ട് ആ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാവാം ഒരുപാട് പേര് ഇസ്ലാം മതം വിടാൻ ആഗ്രഹമുള്ളവരുണ്ടായിട്ടും മടിക്കുന്നു എന്നുള്ളതാണ് ജാഫർ പറയുന്നത്, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അതെ. അതുകൊണ്ടാണ് അതിൽ കൂടുതൽ വിമർശനമായിട്ട് ജാഫർ രംഗത്ത് ഇറങ്ങിയതും, ഒരു പരസ്യമായ വിമർശനമായിട്ട് ജാഫർ രംഗത്ത് നിൽക്കുന്നത്. ഈ ഖുറാൻ വായിച്ച സമയത്ത് അതിൽ ചിരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതെന്താ അത്രയ്ക്ക് വൈരുദ്ധ്യങ്ങളുണ്ട് ഖുറാനില്? വൈരുദ്ധ്യങ്ങളില്ലാത്തൊരു മഹത്തായ ഗ്രന്ഥം എന്നുള്ള രീതിയിലല്ലേ ഒരു മതഗ്രന്ഥത്തെ നമ്മൾ കാണുന്നത്. അതിൽ അത്രയ്ക്ക് വൈരുദ്ധ്യങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ വായിച്ച സമയത്ത്? വൈരുദ്ധ്യങ്ങൾ എന്ന് മാത്രമല്ല, അതായത് ഈ ഖുർആൻ എന്ന് പറഞ്ഞാല് പിന്നെ ഈ 13 വർഷക്കാലം മുഹമ്മദ് നബി പ്രബോധനം നടത്തി മക്കയിൽ. അപ്പൊ മക്കയിൽ വെല്ലുണ്ടാവുന്നവർ മാത്രമേ അതിൽ വിശ്വസിച്ചുള്ളൂ. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി മുഹമ്മദിനെ ആട്ടി ഓടിക്കുകയും മദീനത്തിലേക്ക് പാലായനം ചെയ്യുക ചെയ്യുന്നത്. പിന്നെ മദീനത്തിൽ വെച്ച് 10 വർഷക്കാലം പിന്നെ ഈ പ്രബോധനം നടത്തുന്നുണ്ട്. പക്ഷെ മക്കയിൽ വെച്ച് പ്രബോധനം നടത്തുന്ന മുഹമ്മദിന്റെ കൂടെ അനുയായികളും ആളും മർത്തവും ഒക്കെ കുറഞ്ഞ സമയത്തുള്ള മക്കയിൽ ഇറങ്ങിയ സൂറത്തിന് നമ്മൾ മക്കിയ സൂറത്തുകൾ എന്നാ പറയാം. അപ്പം ഈ മക്കിയ സൂറത്തുകൾ വായിച്ചാൽ മുഹമ്മദിന്റെ ഈ സൂറത്തുകളൊക്കെ ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ കാവ്യാത്മകമാകുന്നതോ മറ്റു ചിലപ്പോഴൊക്കെ വിട്ടുവീഴ്ച മനോഭാവം വരുന്നതോ ആ രീതിയിലുള്ള സൂറത്തുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മദീനയിൽ എത്തുന്ന സമയത്ത് മുഹമ്മദ് ഇവിടെയുള്ള യാത്ര പോയ മുഹാജിറുകൾ എന്നാ പറയാം, അവിടെയുള്ള അൻസാറുകളുമായിട്ട് കൂട്ടുകൂടുകയും സത്യം പരിവർത്തനം. അപ്പൊ നിന്റെ മതം നിനക്ക്, എന്റെ മതം എനിക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ നല്ല വരികളല്ലേ ഖുറാനില്? അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മൾ കാണുന്ന പറഞ്ഞാല് മുഹമ്മദ് സൈന്യത്തെ രൂപീകരിച്ചു. പിന്നെ നിരന്തരമായ യുദ്ധങ്ങളിലൂടെയും വെട്ടിപ്പിടിക്കലുകളെയും കൊള്ള നടത്തലുകളിലൂടെയും ഒക്കെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും അങ്ങനെ ഒരു മതം പടുത്തുയർത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ഇപ്പം ഇസ്ലാമിന്റെ ഇപ്പോഴത്തെ സാഹചര്യം വരെ വെച്ച് നോക്കിയാലും ഇവർ നിരന്തരം നിരന്തരം വളർന്നു വരുന്ന മതമാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന മതമാണ് എന്നൊക്കെ പറയുന്നേ കൂടിയും ഇതിന്റെ വളർച്ച ഒന്നും പെറ്റുപെരുകിയിട്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ കഴുത്ത് കത്തി വെച്ചുകൊണ്ട് വിശ്വസിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇന്നും ആ മതത്തിന്റെ നിലനിൽപ്പ്. ആ സമയത്തും നിരന്തര യുദ്ധങ്ങളിൽ കൂടിയൊക്കെ കീഴടക്കിയിട്ടുമൊക്കെയാണ് ഇത് വളർന്നു വരുന്നത്. പിന്നെ നമ്മൾ വൈരുദ്ധ്യത്തെ പറ്റി നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾ ഒരുപാട് ഖുർആൻ വായിച്ചാൽ അങ്ങനെ ഈ 23 വർഷക്കാലം മുഹമ്മദ് പലപ്പോഴായി പറഞ്ഞ് കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇത് പറയുന്നു. അവിടൊക്കെ പിന്നെ തെറ്റ് പറ്റുന്നു, അവിടൊക്കെ നിരന്തരം വൈരുദ്ധ്യങ്ങൾ പറ്റുന്നു. ഇത് ഒരു
ഖുർആനിൽ തന്നെ പറയുന്നത് ഇതൊരു മൂലഗ്രന്ഥത്തിൽ ലൗഹുൽ മഹ്ഫൂദ് ഉമ്മുൽ കിതാബ് എന്നൊക്കെ പറയും. മൂലഗ്രന്ഥത്തില് ഈ ഭൂമിയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എഴുതി ചേർക്കപ്പെട്ട എഴുതി വെച്ച ഒരു ഗ്രന്ഥമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് മുഹമ്മദ് കുറച്ചിനെ കാര്യങ്ങൾ എടുത്തു പറയാന്നാണ് പറയുന്നത്. പക്ഷെ മുഹമ്മദിന്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളുടെ നിർദ്ധാരണങ്ങൾ അന്നേരം മുഹമ്മദ് തീർക്കുകയാണ് ചെയ്തത്. അത് മുന്നേ പറഞ്ഞ എന്താണെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം മാറ്റി പറയുന്ന സമയത്തൊക്കെ ഇതിന്റെ ഇഷ്ടംപോലെ വൈരുദ്ധ്യങ്ങൾ അങ്ങനെയാണ് ഇതിൽ വരുന്നത്. നിങ്ങൾ തന്നെ എന്നോടൊരു ചോദ്യം ചോദിച്ചു, എന്താ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്നൊക്കെ ഖുർആനിൽ അതൊക്കെ നല്ല ആശയമല്ലേ? അത് നിങ്ങൾ പറഞ്ഞാല് ഖുർആനിലെ 109 ഒരു സൂറത്തുണ്ട്. 109 സൂറത്ത് അൽ കാഫിറൂൻ എന്ന് പറയും. അതിലെ 6 ഒരായത്താണ് ലക്കും ദീനുക്കും വലിയ ദീൻ, നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം. കേൾക്കാൻ നല്ല സുഖമുള്ള സംഭവമാണ്. അതേപോലെ തന്നെ ഖുർആൻ തന്നെ 2-ാമത്തെ സൂറത്ത് അൽ ബഖറയിൽ 286 ഒരായത്തിന്റെ മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല, അത് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറയുന്നത്. മതത്തിന്റെ കാര്യത്തിൽ ഒരു ബലാത്കാരമില്ല, കൃഷ്ണന്റെ വിശ്വസിച്ചാൽ മതി. എന്ത് സുഖമാണ് അത് കേൾക്കാൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞ നേരത്തെ മക്കയിൽ ഇറങ്ങിയ സൂറത്തുകൾ എന്ന് പറയുന്ന നേരം അത്തരം സൂറത്തുകളായിരുന്നു, മുഹമ്മദിന്റെ വിട്ടുവീഴ്ച ചെയ്യുന്ന സൂറത്തുകളായിരുന്നു. പക്ഷെ അത് മദീനയിലേക്ക് എത്തുന്ന സൂറത്താകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മളിപ്പം സൂറത്ത് ഖുർആനിൽ തന്നെ 8:39 വായിക്കുകയാണെങ്കിൽ, കുഴപ്പമില്ലാതാവുകയും മതം പൂർണ്ണമായി അള്ളാഹുവിൽ നിന്ന് വേണ്ടിയാകുന്നത് ചെയ്യുന്നവരെ നിങ്ങൾ നിഷേധികളോട് യുദ്ധം ചെയ്യാനാണ് പറയുന്നത് ഖുർആനില്. അതായത് മതം ഇസ്ലാം ആകുന്നവരെ സത്യനിഷേധികൾ നിരന്തരം യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. അത് 2:193 അതേ സെയിം ആയത്താണ്. അതേപോലെ തന്നെ 9:29 പറയുന്നുണ്ട്, വേദക്കാരിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരും അള്ളാഹും അവന്റെ ദൂതനും വിലക്കിയത് നിഷിദ്ധമായി ഗണിക്കാത്തവരും സത്യമത ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ കീഴടങ്ങി നേരിട്ട് ജസിയ കപ്പം കൊടുക്കുന്നവരെ, അതായത് നികുതി കൊടുക്കുന്നവരെ എന്ന്. അതേപോലെ തന്നെ 9:73 പറയുന്നുണ്ട്, നബിയെ മുസ്ലിങ്ങളോടും കപട വിശ്വാസികളെയും യുദ്ധം ചെയ്യുക, അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക എന്ന്. ഇതൊക്കെ ഈ ഖുർആനിൽ തന്നെ പറയുന്നത്. 9:123 പറയുന്ന സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ കാർക്കശ്യം കണ്ടെത്തട്ടെ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉടനീളം ഖുർആനിൽ ഒരു സ്ഥലത്ത് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ മദീനത്തിലേക്ക് ഇറങ്ങുന്ന നേരം യുദ്ധം ചെയ്യാനും വെട്ടിപ്പിടിക്കാനും കൊല്ലാനും ഒക്കെ തന്നെ ആഹ്വാനമാണ് നിരന്തരം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഖുർആനിലെ വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉടനീളം നമുക്ക് ഒന്നൊരു സ്ഥലത്ത് പറയും, മറ്റൊരു വേറെ സ്ഥലത്ത് പറയും. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്കത് പിന്നെ കാണിക്കാൻ പറ്റും. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാന്. ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെ ഇതിനു മുമ്പ് തന്നെ കൊല്ലത്ത് വെച്ച് സംവാദത്ത് നടത്തിയായിരുന്നു. അതെ 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 അതെ. ഓക്കെ. അപ്പൊ ഇതിൽ പറഞ്ഞിരുന്നത് ഈ ഒരു മതം വിട്ടാല് വീട്ടിനുള്ളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതിനോട് പുറമേ തന്നെ സമൂഹത്തിൽ നിന്നും വിമർശനം നടത്തുമ്പോൾ അത് വ്രണപ്പെട്ടെന്ന രീതിയിൽ വിമർശിക്കുന്നവരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവവും കൂടുതലും ഇസ്ലാം മതത്തിൽ നിന്ന് കണ്ടുവരാറുണ്ട്. ഒരുപാട് കേസുകളും കാര്യങ്ങളും ഒക്കെ അത്തരം വിമർശനക്കെതിരെയൊക്കെ വരുന്നതൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ അന്യമത വിമർശനം യഥാർത്ഥത്തിൽ ഖുർആനിലും അന്യമത വിമർശനം ധാരാളം ഉണ്ടെന്നാണ് ഇപ്പം ജാഫർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. മറ്റു മതസ്ഥരോട് എങ്ങനെ പെരുമാറണമെന്നുള്ളതിന് പലയിടത്തുമായിട്ടും ഇങ്ങനെ പറയുന്നതായിട്ടുണ്ട്. ആക്രമണ ആഹ്വാനങ്ങളൊക്കെ ഖുർആനിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു യുദ്ധ സാഹചര്യത്തിൽ പറഞ്ഞതായിരിക്കില്ലേ? ആ ഒരു സാഹചര്യത്തിൽ മാത്രം എടുക്കേണ്ട കാര്യങ്ങളെന്ന രീതിയിൽ ഒരുപക്ഷെ അത് പറഞ്ഞതായിരിക്കില്ലേ? നമ്മുടെ ഇസ്ലാമിസ്റ്റുകളെ പൊതുവെ ഒരു വെളുപ്പിക്കലാണ്. എങ്ങനെയാന്ന് പറഞ്ഞാല് പിന്നെ അതൊക്കെ യുദ്ധസമയത്ത് ഇറങ്ങിയതല്ലേ, യുദ്ധസമയത്ത് ഇറങ്ങിയതാണ് എന്ന രീതിയിലുള്ളൊരു വെളുപ്പിക്കൽ നമുക്ക് കാണും. പിന്നെ ഓരോ ആയത്തെടുക്കുന്നില്ല, അതിന്റെ അടിയിൽ വായിച്ചില്ലേ, അതിന്റെ പിന്നെ എന്താ ബാക്കി വായിക്കായിട്ടല്ലേ എന്നൊക്കെ. പക്ഷെ ഇവർക്ക് ആ രീതിയിലുള്ള ഒരു എന്താ ഒരു സ്റ്റഡി ക്ലാസ് ആണ് കിട്ടിയത്. പക്ഷെ ഖുർആനും അതിന്റെ തഫ്സീറുകളൊക്കെ എടുത്തെടുത്ത സമയം എന്ന് പറഞ്ഞാൽ യുദ്ധസമയത്ത് ഇറങ്ങിയത് അങ്ങനെ ഒന്നുമില്ല. ഖുർആനിലുടനീളം തന്നെ ജസ്റ്റ് മുഹമ്മദ് നബി മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരണക്കിടക്കയിൽ വെച്ച് നമ്മൾ ഏത് ഹദീസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല്, അത് ഉമറുൽ ഖത്താബ് നരേറ്റ് ചെയ്തൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക പറഞ്ഞാല്, ഇഫ് ഐ ലീവ് ഐ വിൽ certainly expel the Jews and Christians from the American Peninsula and I will not leave only but a Muslim. അതായത് പിന്നെ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് മുസ്ലിങ്ങളെ മാത്രം ബാക്കി വെച്ചിട്ട് മുഴുവൻ ജൂതരെയും ക്രിസ്ത്യാനികളെയും ഞാൻ തീർച്ചയായും പുറത്താക്കും, മുസ്ലിങ്ങളല്ലാത്ത ആരെയും ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് നബി മരിക്കാൻ കിടക്കുമ്പോൾ പറയുന്നത്. അപ്പം ഇതൊരു പക്ക വർഗീയതയാണുള്ളത്. അപ്പൊ നമ്മൾ ഓരോ സാധനം വർഗീയതയിൽ എടുത്തു നോക്കുന്ന സമയത്ത് തന്നെ മുസ്ലിങ്ങൾ ഇപ്പം 5 നേരം ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഈ പരസ്പരം ഇടകലർന്നുകൊണ്ട് എല്ലാ മതസ്ഥരും കൂട്ടായി ജീവിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്നിവര് 5 നേരം പറയുന്നത്. ഇവിടെ പല ദൈവങ്ങളെയും ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കയറിയിട്ട് പച്ചക്ക് ഇത് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അതിന്റെ മലയാളം എന്താണ്? നിസ്കരിക്കുന്ന ആ വാക്കുകളുടെ മലയാളം പൂർണ്ണമായിട്ടും എന്താണ്? നിസ്കാര സമയത്തെ നമ്മൾ മുഴുകുന്ന ഇതൊന്നും മന്ത്രം ഉണ്ടല്ലോ, ആ ഒരു
നിസ്കാരം. അത് കുറെ ഉണ്ട്. അതിന്റെ അതിന്റെ മുമ്പിലുള്ള പൂർണ്ണമായ മലയാളം അതിന്റെ മുമ്പിലുള്ള ബാങ്കാണത്. അല്ല, നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ബാങ്ക് വിളി. ഒരുപാട് കാര്യങ്ങൾ അറബിയിൽ കുറെ കാര്യങ്ങൾ ചെല്ലുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ ഉടനീളം നമുക്ക് പിന്നെ കാണാൻ പറ്റുന്ന ഇത് തന്നെയാണ്. ഇപ്പൊ ഖുർആൻ മുസ്ലിങ്ങളുടെ പിന്നെ ഖുർആനിലത്തെ ആദ്യ സൂറത്താണ് ഫാത്തിഹ എന്ന് പറയും. അപ്പൊ ഈ ഫാത്തിഹയുടെ പ്രാർത്ഥനാ സൂറത്തായിട്ട് എല്ലാ നിസ്കാരത്തിലും നമ്മള് വക്ത് എന്ന് പറയും. ഇത്ര വക്ത്, പിന്നെ സുബി 2 വക്ത്, അതുപോലെ 4 വക്ത്, അങ്ങനെ പറഞ്ഞ വക്തായിട്ട് നിസ്കരിക്കുകയാണ്. ഈ ഓരോരോ വക്തിലും ചൊല്ലുന്ന ഒരു സൂറത്താണ് ഫാത്തിഹ. അപ്പൊ ഫാത്തിഹ സൂറത്ത് തന്നെ ചെറിയൊരു സൂറത്താണ്. അപ്പം അതില് ഒരു തുടക്കം ആദ്യത്തെ സൂറത്തായിട്ട് പറയുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുന്നത്. അതായത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ചേർക്കണമേ, കോപത്തിന് ഇരയായവരുടേതോ പിഴച്ചു പോയവരുടേതോ മാർഗത്തിലല്ല എന്ന് പറയുന്നത്. അതായത് കോപത്തിന് ഇരയായ പിഴച്ചുപോയി എന്ന് പറയുന്നത് ജൂതന്മാരാണ്. അപ്പം ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയുമാണ് അന്ന് തെറി പറയുന്നത്. പക്ഷെ അന്ന് ഹിന്ദു മതം ഇല്ല, അല്ലെങ്കിൽ മറ്റൊരു മതം എവിടെയുള്ളതായിട്ട് മുഹമ്മദിന് അറിയില്ല. മുഹമ്മദിന്റെ ശത്രുതാപക്ഷത്തുള്ളത് ഈ 2 മതം ആയതുകൊണ്ടാണ് അവര് തെറി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. അതായത് നമ്മൾ വൈരുദ്ധ്യത്തെ കുറിച്ച് സംസാരിച്ചു. വൈരുദ്ധ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ 100 കണക്കിന് വൈരുദ്ധ്യങ്ങൾ കുറയാതെ നമുക്ക് കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ സകല മാനുഷിക വികാരങ്ങളോടും കൂടി തെറി പറയുന്ന, മനുഷ്യരെ തെറി പറയുന്ന ഒരു ദൈവത്തെയാണ് ഖുർആനിൽ നമ്മൾ കാണാൻ പറ്റുക. വൈരുദ്ധ്യങ്ങൾക്കുപരി ഈ അസഭ്യങ്ങളും തെറികളും ഉള്ളപ്പോഴാണ് അത് ദൈവത്തിന്റെ വരികളാണോ എന്ന് സംശയം തോന്നുന്നു അല്ലേ? ഞാനൊരു എസൻസിന്റെ പ്രഭാഷണം തന്നെ വിശുദ്ധ തെറികൾ എന്ന് പറഞ്ഞ് നടത്തിയിട്ടുണ്ട്. അപ്പം അതിലൊക്കെ അത് കേട്ടാ അറിയാം. അതില് എന്ന് പറഞ്ഞാല് ഉടനീളം ഒരു സർവ്വ മാനുഷിക വികാരങ്ങളും കൂടി, ജനീം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തന്തയില്ലാത്തവൻ, പിന്നെ ഈ സ്വന്തം ദൈവം തന്നെ സൃഷ്ടികളെ സൃഷ്ടിച്ച് എന്നിട്ട് അവരെ തെറി പറയുന്നത് തന്തയില്ലാത്തവന്, എന്താ മൂക്ക് നീണ്ടവന്, തുമ്പിക്കയ്യന്, പിന്നെ വിറക് ചുമക്കുന്നവള്, എന്താ നായെ പോലുള്ളവര്, അങ്ങനെ പറഞ്ഞിട്ട് സകലമാന രീതിയിലും മനുഷ്യരെ തെറി പറയുക, അസഭ്യം പറയുക. ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് പറഞ്ഞാല് ഇതൊക്കെ ഒരു മനുഷ്യന്റെ വികാരത്തോടു കൂടി ഒരു ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഇത് വരാൻ കാരണം എന്ന് പറഞ്ഞാല് മുഹമ്മദിന്റെ ഒരു ഫേക്ക് ഐഡിയ ആണ് അള്ളാഹു എന്ന് ഇതൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞാല് നമ്മൾ ഇതിനു ശേഷം വർക്ക് ചെയ്തുകൊണ്ട് വായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്നതല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് വീട്ടിൽ നിന്ന് മാത്രം ആണോ, പിന്നെ ഇതിന്റെ ശരിക്കും ഇസ്ലാം വിട്ട ആൾക്കാരെ, അത് തുറന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും അവര് ജീവിച്ചു വളർന്ന സാഹചര്യം മതത്തിന്റെ ഒക്കെ ചുറ്റുപാടിലായിരുന്നെങ്കിൽ നിങ്ങൾ ആരന്വേഷിച്ചാലും അവർ എത്രമാത്രം വേട്ടയാടപ്പെട്ടിട്ടുണ്ടെന്ന് അവരോട് അന്വേഷിച്ചാൽ മനസ്സിലാവും. കാരണം നമ്മളിപ്പം തുറന്നു പറയുന്ന കേരളത്തിലെ ആൾക്കാരുണ്ടെങ്കിലൊക്കെ അവരൊക്കെ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞാൻ ഭീകരമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിരന്തരമായ വധഭീഷണികള്, അതേപോലെ തന്നെ എനിക്ക് കുടുംബം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്റെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പ്ലസ് പോയിന്റ് എന്ന് പറയാൻ എന്റെ വൈഫും മോനൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി. അവർ കാര്യം മനസ്സിലായി, അവരെന്നെ പോലെ ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് കുടുംബപരമായ പ്രശ്നങ്ങളില്ലാതായി മാറി. പക്ഷെ എന്റെ സ്വന്തം കുടുംബത്തിലൊക്കെ എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ ശത്രുതാപക്ഷത്ത് തന്നെ നിന്നുകൊണ്ട് എന്നെ വീക്ഷിക്കുന്നുണ്ട്. അതുപോലെ നാട്ടുകാരൊക്കെ ആ രീതിയിലാണ് കാണുന്നത്. ഇഷ്ടംപോലെ തവണ എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുകയും പല രീതിയിലും എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കേസാണെങ്കിൽ എനിക്ക് 3 കേസ് ഇപ്പം കഴിഞ്ഞ്, 2 കേസ് ഇപ്പൊ കഴിഞ്ഞ, ഒരു കേസ് ഇപ്പൊ നിലവിൽ തൃശ്ശൂർ കോടതിയിൽ നിലവിലുണ്ട്. ഇപ്പം കഴിഞ്ഞ മാസം ഞാനും പിന്നെ ഒരു കേസിന്ന് ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാത്തത് കൊണ്ട് ഞാനത് ഊരിപ്പോന്നതാണ്. അതിന് എനിക്ക് ചെറുതാണെങ്കിലും തടവ് ശിക്ഷ കിട്ടി, ഫൈൻ അടിക്കേണ്ടി വന്നു. അതേപോലെ മറ്റൊരു കേസ്, ഫസ്റ്റ് കേസ് പറഞ്ഞാൽ കൊണ്ടോട്ടിയിൽ നിന്നൊരു സ്ഥാപന മേധാവി മറ്റോ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തായിരുന്നു ആദ്യം വന്നത്. അപ്പം അത് വന്നതിന് ശേഷം സൈബർ സെല്ലല്ലേ, ഡയറക്റ്റുള്ള കേസായിരുന്നു. അതിനെ വിളിപ്പിച്ചു, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പം അതും ഇതേപോലെ തന്നെ ഇവര് ഇതൊക്കെ 183 IPC ആണ്, 183 വരും. പിന്നെ പിന്നെ മറ്റേത് സാധനം 192 ആണ്. IPC 153 ആണ് വരുന്നത്. അതൊക്കെ ആയിട്ട് ചെയ്തിട്ടില്ലാലും കൂടി ആയിട്ട് ചെയ്ത സമയത്തൊക്കെ കുറച്ചുകൂടി കഠിനമാവും. ഇതൊക്കെ തന്നെ 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇവരൊക്കെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഇവരൊക്കെ ബ്ലാസ്ഫമിയാണ് ഇതൊക്കെ നമ്മളെ പ്രശ്നമാവുന്നത്. കാരണം നമ്മൾ ഇസ്ലാമിൽ ഉള്ള കാര്യങ്ങള് അതേപോലെ തുറന്നു പറയുന്നത്. ഇപ്പം തൊട്ടടുത്ത ഇവിടെ താമരശ്ശേരി കോടതിയിലെ കേസ്, ഈ പുസ്തകത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, അത് മലയാളത്തിൽ പറയുന്നേ ഉള്ളൂ അല്ലേ? അതെ, താമരശ്ശേരി കോടതിയിലെ കാര്യങ്ങൾ എന്റെ 10ഓളം ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തിട്ടായിരുന്നു അവർ കേസ് വന്നത്. അതായത് സൈബർ സെല്ലിൽ ആരോ പരാതി കൊടുത്തിട്ട് അത് അവിടുന്ന് എറണാകുളം ADGP പെട്ടെന്ന് ഡയറക്റ്റ് കൊടുക്കുകയും അങ്ങനെ കേസ് എടുത്തതാണ്.
അപ്പൊ അവരെന്നെ കുറെ തവണ ഇങ്ങനെ വിളിപ്പിച്ചു. ആദ്യമൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ വിളിപ്പിച്ചു. പിന്നെ ആദ്യം ഞാൻ വീട്ടിൽ നിന്ന് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളിൽ ഒരു ഹോൺ അടി കേട്ട് നോക്കിയ സമയത്ത് ഒരു ജീപ്പ് നിറയെ യൂണിഫോം പോലീസുകാരുണ്ട് എന്റെ മുറ്റത്ത്. അപ്പം ഞാൻ ഇറങ്ങി നോക്കുന്നത് എന്താ വിഷയം എന്ന് ചോദിച്ചാൽ പിന്നെ വീടൊന്ന് കാരണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവരെന്താ ഒരു തീവ്രവാദിനെ പിടിക്കാൻ വരുന്ന ലുക്കിലാണ് വരുന്നത്. ഇവര് പിന്നെ റൂമിലെ കാണോ കാര്യങ്ങൾ കാണണം സെർച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ നോക്കിയും കാര്യങ്ങൾ ചെയ്ത്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവർക്ക് പൂർണ്ണമായി ബോധ്യമാവുകയും വളരെ ഫ്രണ്ട്ലി ആണ് പിന്നെ എന്നോട് ഇടപെടുകയും ചെയ്യുന്നത്. അപ്പൊ ഇവര് നോക്കിയ സമയത്ത് ഇവര് FIR കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഈ എന്താ സമയത്ത് ഒരു കെട്ട് പരാതിയും കാര്യങ്ങളെല്ലാം നോക്കിയ സമയത്ത് ഞാൻ ഇവർക്ക് എന്റെ റീഡിംഗ് റൂമിൽ കൊണ്ടുപോയി ഇതൊക്കെ കാണിച്ചു കൊടുത്തു. ഈ പ്രശ്നങ്ങൾ ഞാനിപ്പോ പോസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ ഒരു സറ്റയർ രീതിയിൽ ഒരു ആക്ഷേപഹാസ്യ രീതിയിലുള്ള ചില സാധനങ്ങൾ ഉദാഹരണത്തിന് ഒന്ന് പറയാം. പിന്നെ അതായത് സ്വന്തം രക്തത്തിൽ പിറന്ന മകളെയും പിതാവിന് വിവാഹം കഴിക്കാമെന്ന് പഠിപ്പിച്ച മുത്തുനബി മാനവരിൽ മഹോന്നതനാണ്. ഒരു സറ്റയർ രീതിയിലുള്ളൊരു പരിഹാസം ആണെങ്കിൽ കൂടി അത് സംഭവം ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവില്ല. ഞാനിപ്പോ മുഹമ്മദ് നബി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞെന്ന് വിശ്വസിക്കുക. ഞാനപ്പോ തന്നെ ഈ ഫത്തുൽ മുഈൻ എന്ന സുന്നികൾ ഫോളോ ചെയ്യുന്ന ഒരു എന്തെടുത്തിട്ട് അതിൽ കാണിച്ചു കൊടുത്തു. അതായത് രക്തത്തിൽ എന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഡയറക്റ്റ് കല്യാണം കഴിക്കാതെ ബന്ധത്തിൽ പിറന്ന കുട്ടിയെ നമ്മളെ സ്വയം കുട്ടിയായിട്ട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ആ കുട്ടിയായിട്ട് നമുക്ക് വിവാഹം ചെയ്യുക ലൈംഗികബന്ധം പുലർത്തുക ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അപ്പം അത്തരം പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പോസ്റ്റ് എന്തായിരുന്നു, മുതിർന്ന പുരുഷന് 5 തവണ മുല കൊടുത്താൽ സാഹോദര്യ ബന്ധം സ്ഥാപിക്കാമെന്ന് പഠിപ്പിച്ച മുത്തുനബി മാനവരിൽ മഹോന്നതനാണ്. ആ ഒരു കാലത്ത് ഞാനൊരു മാസം ഇങ്ങനത്തെ ഒരു സാറ്റലൈറ്റ് രീതിയിലുള്ള പോസ്റ്റുകൾ എന്നെ കുറെ പോസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ. അപ്പൊ ഇത് മാത്രമാണ് ഇവർ കോട്ട് ചെയ്തെടുത്തത്. അപ്പൊ ഞാൻ ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ തെളിവടക്കം കാണിച്ചു കൊടുത്തു. അപ്പം ഇതിന്റെ തെളിവടക്കം ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പം ഇവർക്ക് ഇത് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ പോയി ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്നോട് വിളിച്ച് പറഞ്ഞ് പിന്നെ നിങ്ങൾ ഒന്നുകൂടി വരണം, കുറച്ച് മൊഴി എടുക്കാണ്ട്. ഞാൻ മൊഴി കൊടുത്ത് ഞാൻ എന്റെ പോസ്റ്റ് കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്റെ കടിയിൽ എഴുതി കൊടുത്തു. അതിന്റെ തന്നെ കിതാബിൽ എന്താ പറഞ്ഞാൽ എഴുതി കൊടുത്തു. പിന്നെ എന്നെ വിളിപ്പിച്ചു പറഞ്ഞു നിങ്ങളെ ഫോൺ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അതും പോയി. അന്നേരം എന്റെ ഫോൺ എടുത്തില്ല. പിന്നെ എന്നെ വിളിപ്പിച്ചു പറഞ്ഞു പിന്നെ നിങ്ങളെ ഫോണ് സീസ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട് കാര്യങ്ങൾ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചാൽ പറഞ്ഞു ഭയങ്കര പ്രഷറാണ്, പിന്നെ അതുകൊണ്ട് FIR ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ്. നോക്കിയ സമയത്ത് 153 IPC ആയിരുന്നു അന്ന്. 153 ചാർജ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഫോൺ അവർ പിടിച്ചെടുത്തു. പക്ഷെ അവർ ഫോണിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ സമയം തന്നിട്ടുണ്ട്. അവിടെ വെച്ചുകൊണ്ട് കുറച്ച് സമയം തന്നു. അപ്പൊ അതുവരെ എനിക്ക് ഇപ്പോഴും ആ കേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ കിട്ടിയില്ല. അത് ഫോറൻസിക് ലാബിലാണുള്ളത്. അത് ഞാൻ ഇനി റിലീസിംഗ് പെറ്റീഷൻ കൊടുത്തിട്ട്. അപ്പം അപ്പോഴേക്കാണ് എനിക്ക് ആദ്യത്തെ കേസ് വേറെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ കേസ് എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ഡയറക്റ്റ് കേസ് ഉണ്ടായിരുന്നു. അത് ഇപ്പം തന്നെ ഞാൻ പോലീസ് തന്നെ തമ്മിൽ ഒതുക്കി തീർക്കുകയും കാര്യങ്ങൾ ചെയ്തൊരവസ്ഥയിലായിരുന്നു. അപ്പൊ ഈ കേസ് ഞാൻ കോടതിയിൽ നിന്ന് കഴിഞ്ഞ് 3ാമത്തെ ദിവസമാണ് എനിക്ക് തൃശ്ശൂർ സൈബർ സെല്ലിൽ നിന്ന് വിളി വരുന്നത്. അത് പിന്നെ വീണ്ടും ഇതേപോലെ തന്നെ ഞാൻ FB ഇട്ട പോസ്റ്റ് വെച്ച് കേസ് എടുത്തു എന്നും പറഞ്ഞ് അതേപോലെ ഞാൻ അവരെ കൊടുത്ത് അവർ ഫോൺ എടുത്തില്ല. പക്ഷെ അത് പിന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം തൃശ്ശൂർ കോടതിയിലുണ്ട്. ഇപ്പം അതേപോലെ തന്നെ എന്റെ ഫേസ്ബുക്ക് ഇപ്പം ഹാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ മാസ് റിപ്പോർട്ട് വിശ്വാസികൾ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ മാക്സിമം പൂട്ടുക, വായ തുറപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് നമ്മളെ വളഞ്ഞ് ആക്രമിക്കാൻ പക്ഷേ ജോസഫ് മാഷെ പോലെയോ മറ്റോ നടക്കാത്തതുകൊണ്ട് ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മുഹമ്മദിനെയും അള്ളാഹുവിനെയും എതിർക്കുന്നവരെ ഇരു ദിശകളിൽ നിന്ന് കൈകാലുകൾ വിച്ഛേദിക്കലാണ് അവരെ ചെയ്യേണ്ടത്. അത് അവർക്ക് ഈ ലോകത്തുള്ള ശിക്ഷ. ഇനിയിപ്പം മരിച്ചുപോയിട്ട് പരലോകത്ത് അവർ ഭീകരമായ ശിക്ഷ വരെ കിടക്കുന്നതായിട്ടുണ്ട്. ആ ആയത്താണ് ജോസഫ് മാഷ കാര്യത്തിൽ അന്ന് സുഡാപ്പികൾ നടപ്പിലാക്കിയത്. അതേപോലെ തന്നെ അത്രത്തോളം PFI നിരോധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ NIA ഒക്കെ ശക്തമായത് കൊണ്ടോ മാത്രം നമ്മളൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല എന്നല്ലാതെ ഏതൊക്കെ തരത്തിൽ നമ്മളെ ട്രാപ്പിൽ പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ അതൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിൽ ട്രാപ്പിൽ പെടുത്താൻ ശ്രമിക്കുക, ഇവരെ ഒതുക്കി തീർക്കുക എന്നുള്ള രീതിയിൽ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു മതത്തിലുള്ളവരും ഇത്തരം ദുരന്തങ്ങൾ പേരേണ്ടി വരുന്നില്ല. സ്വന്തം കുടുംബം നഷ്ടപ്പെടും, സമൂഹം നഷ്ടപ്പെടും. നമ്മളിപ്പോ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള പരിപാടി ഉണ്ടെങ്കിലും ഒന്നും അവർ വിളിക്കുകയില്ല, മുഖം തിരിച്ച് നടക്കുന്നവരുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് എന്റെ വീട്ടില് ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. ഇഷ്ടംപോലെ പുതിയ യുവതലമുറയിലുള്ള ആൾക്കാർ വിളിക്കാറുണ്ട്, വരാറുണ്ട്. ഒരു യുക്തിവാദി ഓഫീസ് പോലെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പിന്നെ വീടാണ് എൻ്റെ. ഇപ്പൊ എന്റെ വൈഫൊക്കെ എന്നെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയതുകൊണ്ട്. അതേപോലെ ഞങ്ങൾ താമരശ്ശേരി വെച്ചിട്ട് വിസ്ഡം ഫോർ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതായത് ഇസ്ലാം മതത്തിൽ നിന്ന് വിട്ടുവരുന്ന ആൾക്കാരെ അധികരണമായ പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ഒരു ഷമീർ ഇങ്ങാപ്പോ എന്നുള്ള കാനഡയിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ അത് ഞാനും ചർച്ച ചെയ്ത സമയത്ത് അദ്ദേഹം കാനഡയിലൊക്കെ ഇപ്പം എസൻസിൽ ഒരു സ്പീച്ച് ചെയ്തിരുന്നു.
ഇസ്ലാമിൻ വൈകി ഓടുന്ന വണ്ടി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അത് ഞാൻ ചർച്ച ചെയ്ത സമയത്ത് നിങ്ങൾക്ക് പിന്നെ സംശയമായിരുന്നു ആരുണ്ടാവും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന്, ആരുണ്ടായാലും നമുക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ പ്രദേശത്ത് ഉള്ള ഒരു 28 ആൾക്കാരെ വിളിച്ച് താമരശ്ശേരി ഹോട്ടലിലേക്ക് വിളിച്ച് നമ്മൾ ചേരാന്ന് പറഞ്ഞു. അന്ന് തന്നെ 23 ആൾക്കാർ വന്നു. അപ്പൊ ഞങ്ങൾക്ക് വലിയൊരു ഉത്സാഹമായി. അപ്പം പിന്നെ ഞങ്ങളെ കമ്മിറ്റി ഫോം ചെയ്തു, അതിനൊന്ന് വിപുലീകരിച്ച് കൊണ്ടുപോകാൻ സമയത്ത് അതിൽ 130ഓളം അംഗങ്ങളുണ്ട്. അപ്പം ഇപ്പം ഒക്കെ നമുക്ക് എന്താ പിന്നെ ഒരു ശക്തിയും ദൃഢബലമൊക്കെ വന്നു. പക്ഷെ ഞാനൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് എന്റെ മുമ്പിൽ ആരോ ഉണ്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കിയില്ല. എനിക്കിത് വിളിച്ചു പറയണം എന്ന വല്ലാത്ത വാശി വരാനുള്ള കാരണം ഇതിലത്തെ ഭീകരമായ മാനവിക വിരുദ്ധത കണ്ടിട്ട് അത് ആൾ അറിയണമെന്ന് വിചാരിച്ച് വിളിച്ചു പറഞ്ഞത്. പക്ഷെ അതിന്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. എസൻസിനെ പോലൊക്കെ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാല് നമ്മളെ ശബ്ദം ലോകത്ത് എല്ലായിടത്തും എത്തുന്നുണ്ട്. ഇതിന്റെ ആരിഫ് ഹുസൈൻ സാറിന്റെയും നമ്മളൊക്കെ പറയുന്ന പിന്നെ കാര്യങ്ങൾ എല്ലാവരും വിളിച്ചറിയുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ നമ്മളെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് വീട്ടിനകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞാലും അത് കേൾക്കാനുള്ള ആൾക്കാരുണ്ട് എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ ഫാക്ട് തന്നെയാണ്. പക്ഷെ ഈ വിശ്വാസികൾ ഇത് വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കേസ് കൊടുക്കിയാലും എത്ര നമുക്ക് എതിർത്താലും നമ്മൾ ഈ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെ അതെ, കേസ് കൊണ്ടൊന്നും തടുക്കാനാവില്ല. പക്ഷെ എങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ മതനിന്ദയ്ക്ക് കേസ് കൊടുക്കുന്നത് ഇസ്ലാം മതത്തിൽ നിന്നുള്ള വിമർശകർക്ക് നേരെയാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇപ്പൊ മനുഷ്യരുടെ കോടതിയിലാണ് അവര് നീതി തേടുന്നത്, ദൈവത്തിന്റെ കോടതിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ്. വിമർശനം വരുമ്പോൾ ദൈവം നോക്കിക്കൂടുമെന്ന് അവർ ചിന്തിക്കുന്നതേ ഇല്ല. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. എന്നെ സംബന്ധിച്ചോളം എന്റെ കേസൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ആദ്യമൊക്കെ എനിക്കൊരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ഇതിന്റെ ഒരു പ്രൊസീജിയർ ഒക്കെ മനസ്സിലായ സമയത്ത് എനിക്കൊരു സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാല് ഒരുപക്ഷെ പിന്നെ 10-20 വർഷം മുമ്പേ ചേകന്നൂർ മൗലവി അദ്ദേഹം മതത്തിൽ നിന്ന് പുറത്തു വന്നില്ല, ഉള്ളിൽ നിന്നുകൊണ്ട് റിഫോർമേഷന് ശ്രമിച്ചിട്ടേ ഉള്ളൂ. അയാൾക്ക് അറിയാമായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ അയാൾ ഇപ്പം തന്നെ ഈ നമ്മുടെ തൊട്ടടുത്ത ആളാണ് AP മകന് അസ്തരി, പിന്നെ ഹക്കീം അസ്തരി പറഞ്ഞു ഈ ഉച്ചഭാഷണി നമ്മളെന്നോ ഇതിനെതിരെ എതിർക്കുന്നതാണ്. മറ്റുള്ളവന്റെ നിരോധിതമായ ഉച്ചഭാഷണിയുടെ ബാങ്കും മത കോലാഹലങ്ങളൊക്കെ അതിനെല്ലാ മതങ്ങളും ഒരേപോലെയാണ്, എല്ലാ മതങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഞാനെന്റെ നാട്ടിൽ തന്നെ ഇതിനെതിരെ എതിർത്തുകൊണ്ട് തന്നെ ഭീകരമായി ഒറ്റപ്പെടുത്തുകയും വേട്ടയാടി അടുത്തൊരു മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണത്. അപ്പം അത് അത് അത്രത്തോളം പിന്നെ ശബ്ദം കുറച്ചു വെക്കണം കാര്യങ്ങളൊക്കെ ഈ അസ്ഹരി ഈ തൊട്ടടുത്ത ദിവസം പറഞ്ഞു. അപ്പം അങ്ങനെ ആ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ കാര്യം പക്ഷെ ചേകന്നൂർ മൗലവി വർഷങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ പൊട്ടത്തരങ്ങൾ ഓരോന്ന് എടുത്തു പറയുകയും പിന്നെ ഇങ്ങനെയൊക്കെയാണ് വിഷയം എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഖുർആൻ 16:89 ഖുർആനിലെ സകല സംഗതികൾക്കുള്ള വിശദീകരണം ഉണ്ട് എന്നാ പറയുന്നത്. പക്ഷെ ഖുർആൻ വായിച്ചാൽ ഒന്നും മനസ്സിലാവുകയില്ല, സകല സംഗതിക്കുള്ള വിശദീകരണം ഉണ്ട്. അതിന്റെ അങ്ങോട്ടൊന്നും നമ്മൾ പോകണ്ട. ജസ്റ്റ് ഒരു മുസ്ലിമായി ജീവിക്കാൻ വേണ്ട അടിസ്ഥാനമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് പിന്നെ ഇസ്ലാംകാരൻ ഈമാൻകാരൻ എന്നൊക്കെ പറയും. ഈ ഇസ്ലാംകാരൻ എന്ന് പറഞ്ഞാല് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, പിന്നെ ഹജ്ജ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ തുടങ്ങിയ നിസ്കാരത്തെ കുറിച്ച് പോലും ഖുർആനിൽ എന്ത് പറയുന്നത് വെച്ചാല് 3 നേരം നിസ്കരിക്കുക എന്ന് മാത്രം പിന്നെ ഖുർആനിലത്തെ ഹൂദ് സൂറത്തിൽ മാത്രം 114 മറ്റോ പറയുന്നുണ്ട്. അപ്പൊ നിസ്കാരത്തെ കുറിച്ച് പറയുന്നില്ല, ഒരു മുസ്ലിമായി ഒരാൾ ജീവിക്കേണ്ടി എങ്ങനെയാണെന്ന് പറയുന്നില്ല, ഇതൊന്നും പറയുന്നില്ല. പക്ഷെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ പിന്നെ അതുകൊണ്ടാണ് ഈ ചേകന്നൂർ പണ്ട് പറഞ്ഞ 3 നേരം നിസ്കരിക്കാനല്ലോ പറഞ്ഞത്. അങ്ങനെ ഈ ഖുർആൻ എടുത്തിട്ട് ഖുർആൻ സൊസൈറ്റി എന്ന രീതി സംഘടനയെ എടുത്തിട്ട് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ വിളിച്ചു പറയും, സർവ്വമത സത്യവാദം എന്ന് പറഞ്ഞ ഒരു ആശയം കൊണ്ടുവരികയും എല്ലാ മതവും ശരിയാന്നൊക്കെ ആശയം കൊണ്ടുവന്ന് ഒരു ഉള്ളിൽ നിന്ന് റിഫോർമേഷന് മാത്രമാണ് അന്ന് ചേകന്നൂർ ശ്രമിച്ചത്. ചേകന്നൂരിന്റെ വിധി എന്താണെന്ന് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ജോസഫ് മാഷ കാര്യത്തിൽ ഏകദേശം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ജോസഫ് മാഷ കാര്യത്തിലും നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോഴേ നമ്മൾ നോക്കിയാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ട് അവസ്ഥയിലേക്ക് അവർ വന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു മാറ്റമാണ്. അവര് പിന്നെ അവരെ ആ ചേഞ്ച് ഒരു മാറ്റം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് കേസ് കൊടുത്തോട്ടെ, പക്ഷെ ഇതൊക്കെ കോടതിയിൽ പോവുകയാണ് നമുക്ക് പിന്നെന്താ പുല്ലുപോലെ തെളിയിച്ച് ഇറങ്ങി പോരാൻ പറ്റുന്ന സംഭവങ്ങളല്ല. പക്ഷെ ഈ പ്രശ്നം പറഞ്ഞാല് നമ്മളെ വിലപ്പെട്ട സമയം, അതേപോലെ തന്നെ എന്താ പിന്നെ നമ്മളെ പണം, ഇതൊക്കെ കുറെ അപഹരിക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഈ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഒരു ഏതിലൊന്ന് പെടുക എന്ന് പറഞ്ഞാല് ശിക്ഷ അത് തന്നെയാണ്. ശിക്ഷിക്കുന്ന കോടതി ശിക്ഷിക്കുന്നില്ല, കേസ് ചാർജ് ചെയ്തു എന്നാണ് ശിക്ഷ. പിന്നാമ്പുറത്ത് നമ്മൾ പോകണം എന്നുള്ളതാണ്. അതെ അതെ അതെ. അതുപോലെ ഈ മാറ്റങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴേ ഈ പിന്നെ ലൗഡ് സ്പീക്കറിന്റെ കാര്യം പറഞ്ഞല്ലോ, പള്ളിയിലെ ബാങ്കുളിയുടെ, അത് ഉള്ളിൽ നിന്നുണ്ടായ മാറ്റമായിരിക്കില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ശബ്ദ മലിനീകരണത്തിനെതിരെയുള്ള ഒരുപാട്
പരാതികളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എസൻസിന് തന്നെ സൈലൻസ് ദ നോയ്സ് എന്ന് പറഞ്ഞ ക്യാമ്പയിന്റെ ഫലമായിട്ട് ഒരുപാട് പള്ളികൾക്കെതിരെ നമ്മൾ ഈ പരാതികളൊക്കെ എസൻസിൽ നിന്ന് പോകുന്നുണ്ട് ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് പലയിടത്തും ഒത്തുതീർപ്പ് ചർച്ചയും പോലീസ് സ്റ്റേഷനിൽ പള്ളി ഉത്തരവാദപ്പെട്ടവരെ വിളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സമ്മർദ്ദമായിട്ട് ഇതിൽ മാറ്റം വന്നേ പറ്റൂ എന്ന് വരുമ്പോഴാണ് ഇനി ഇത് ഈ മൈക്കിൽ ലൗഡ് സ്പീക്കർ ഇല്ലാതെയും നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത ഇവരിൽ അതിന്റെ നിന്നും മാത്രം ഉണ്ടാകുന്നത്. അതിന് മാത്രം മാറ്റം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കൂടെ ഉം. ഓടിയില്ലെങ്കിൽ ആയി പോകുന്നില്ല അവർക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ അതെ അതെ. ഭാഗത്തുള്ളവരും അതിന്റെ കാരണം ഇതേപോലെ ഈ മാറ്റം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇതിലൊരു ഇതുപോലെ ഈ മതവിമർശകരായ ആൾക്കാർ സമൂഹത്തിൽ ഒരുപാട് വരികയും അവരുടെ മതവിമർശനങ്ങൾ വരികയും ചെയ്യുമ്പോഴാണ് കുറെ കൂടെ പരിഷ്കരിക്കപ്പെടാൻ നിർബന്ധിതരാകുന്നത്. ഇപ്പം സ്കൂളിന്റെ സമയം ഇപ്പം രാവിലെ ഒരു 1/4 മണിക്കൂർ അധികം, അതേപോലെ തന്നെ ഒരു 15 മിനിറ്റ് വൈകുന്നേരം അധികം എന്ന് പറഞ്ഞപ്പോഴേക്ക് രാവിലത്തെ ഒരു പിന്നെ 15 മിനിറ്റിന് അവർ പ്രശ്നം ഉണ്ടാക്കിയും അത് മദ്രസ സമയത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങൾ ഉണ്ടാക്കി. അതെ അതെ. അതൊന്നും പിന്നെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ഒക്കെ വലിയ പരിഗണന മതപീഡനത്തിന്റെ കൊടുത്തില്ല. അങ്ങേയറ്റ മതപീഡനത്തിന്റെ അങ്ങേത്തല ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അത് വേണ്ടത്ര പരിഗണന കൊടുക്കാത്ത സമയത്ത് അതിൽ കിടന്ന് തൂങ്ങുകയാണെങ്കിൽ ഒരു സമൂഹം മൊത്തത്തിൽ എതിർക്കപ്പെടും, ഒരു ഒറ്റപ്പെട്ടു പോകും. ഇസ്ലാമിന്റെ പ്രശ്നം ഞാൻ കണ്ടറിഞ്ഞാൽ ന്യൂനപക്ഷമാകുന്നിടത്ത് എരവാദവും ഭൂരിപക്ഷമാകുന്നിടത്ത് ഭീകരവാദമാണ് ഇവരെ ന്യായം. അപ്പം അത് എങ്ങനെ ആയാലും അവര് അത് പിന്നെ ഈ പ്രായോഗികവൽക്കരിക്കുന്നുണ്ട് ലോകത്ത് എവിടെയായാലും, പിന്നെ പ്രായോഗികവൽക്കരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു അവസ്ഥയിൽ ഇവര് ഒറ്റപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇവര് പിന്നെ സ്വയം ചേഞ്ച് ആകാനുള്ള കാരണം. പിന്നെ മറ്റ് സമുദായങ്ങളുടെ മുമ്പിൽ പരിഹാസ്യ കഥാപാത്രമായി മാറും എന്നുള്ളൊരു അവസ്ഥ വന്നതുകൊണ്ട്. അതെ അതെ അതെ. അതുപോലെ ഇതിലെ ഈ നേരത്തെ പറഞ്ഞല്ലോ ദൈവത്തിന്റെ കാര്യം, ഈ ദൈവത്തെ വിമർശിക്കുന്ന പ്രശ്നമില്ല. അതായത് ദൈവം എന്ന് പറഞ്ഞാൽ ആണല്ലോ. അള്ളാഹിനെ വിമർശിക്കുന്ന പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നില്ല. മുഹമ്മദിനെ വിമർശിക്കുമ്പോഴാണ് പലപ്പോഴും കൂടുതൽ വ്രണപ്പെടുന്നത് എന്ന് കണ്ടുവരാറുണ്ട്. പലപ്പോഴും ഈ ഖുറാനിലെ ഈ ആയത്തുകളൊക്കെ മുഹമ്മദിന് വേണ്ടി എഴുതപ്പെട്ടതാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് തമാശയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഒരു ദിവസം മുഹമ്മദിന്റെ വീട്ടിൽ വൈകിട്ട് ചായ ഇടാൻ തേയിലപ്പൊടി തീർന്നു പോയി. അപ്പോൾ ഉടനെ നിങ്ങൾ ആരാണോ മുഹമ്മദിന്റെ തേയിലപ്പൊടി കൊടുക്കുന്നവൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ആയത്തിറക്കും എന്നൊക്കെ പറഞ്ഞ് ഈ തമാശയ്ക്ക് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലാണോ ഈ പല ആയത്തുകളും മുഹമ്മദിന് വേണ്ടി ഇറക്കിയതാണെന്ന് വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ? അതായത് ഖുർആനിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ ഉടനീളം വായിച്ചാല് എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് നോൽക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇസ്ലാമിക കർമ്മങ്ങൾ ചെയ്യണം, ഇതൊന്നും നമുക്ക് ഒരു മുസ്ലിമിന് വിശ്വാസിയെ ജീവിക്കാൻ ഒന്നും ഖുർആനിൽ നിന്ന് കിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ 23 വർഷക്കാലം മുഹമ്മദ് പ്രബോധനം നടത്തി 23 വർഷക്കാലം അള്ളാഹു എന്ന് പറഞ്ഞാല് എന്താ ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം അധിപനം നോക്കി നടത്തേണ്ട ആളുമാണ്. അതിൽ നമ്മൾ ഖുർആൻ വായിച്ചാലോ ഇസ്ലാമിക എന്തെങ്കിലും വായിച്ചാലോ ഒരു മനുഷ്യന്, സാമാന്യ മനുഷ്യന് കാഴ്ചയിൽ പ്രകടമാകുന്ന ഭൂമി, ആകാശം, അല്ലെ നക്ഷത്രങ്ങള്, സൂര്യൻ, ചന്ദ്രൻ, ഇതിൽ ഒതുങ്ങി അള്ളാഹുവിന്റെ വിശദീകരണങ്ങളോ വിവരങ്ങളോ അതായത് ഒരു മനുഷ്യന് മനസ്സിലാവുന്നത്. അതായത് ഇപ്പൊ നക്ഷത്രങ്ങള്, പിന്നെ 7 ആകാശം, സബുഅ സമാവാത്ത് എന്ന് പറയുക, 7 ആകാശങ്ങൾ, അതിൽ 1-ാം ആകാശം, 2-ാം ആകാശം അങ്ങനെ പറയുന്ന, പിന്നെ നക്ഷത്രങ്ങൾ എന്തായി, പിന്നെ 1-ാം ആകാശത്തില് പിന്നെ ഈ സൗന്ദര്യത്തിന് വേണ്ടി ഒറ്റിച്ചു വെച്ച സംഭവങ്ങളാണ് നക്ഷത്രങ്ങള്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വിശദീകരണത്തില് പിന്നെ ഈ അറബ് രാഷ്ട്രങ്ങള്, പിന്നെ ഇത്തരം രാജ്യത്ത് അന്നേത്തെ ഉയരത്തിലുള്ള കുറച്ച് രാജ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ അമേരിക്കയെ കുറിച്ചോ അല്ലെങ്കിൽ കാനഡയെ കുറിച്ചോ ഇതൊന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞാല് ആ കാലഘട്ടത്തിൽ ലഭ്യമായ വിവരങ്ങളും അതിന്റെ ഒരു സോഴ്സും വെച്ചുകൊണ്ടുള്ള മുഹമ്മദിന്റെ അടുത്തേക്ക് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള നിർദ്ധാരണങ്ങളാണ് മുഹമ്മദ് പറയുന്നത്. അതിൽ തന്നെ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകം മൊത്തം നോക്കി വളർത്തേണ്ട ഒരാള്, ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ നമ്മളെ മൊത്തം ഗാലക്സികളും കാര്യങ്ങളും മറ്റുള്ള പ്രപഞ്ചമൊക്കെ നോക്കുന്ന സമയത്ത് ഒരു മൺതരി, ഒരു ഫുട്ബോൾ കോർട്ടിൽ ഒരു മൺതരിന്റെ അത്ര വെച്ച് അവഗണിക്കാൻ പറ്റുന്ന വെറും ഒരു ചിഹ്നഗ്രഹം മാത്രമാണ് ഭൂമി. പക്ഷെ ഈ ഭൂമിയിലെ അതും ഈ 23 വർഷക്കാലം മുഹമ്മദിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് അവിടുത്തെ അടുക്കള കാര്യങ്ങളും മുഹമ്മദിന്റെ കാര്യങ്ങളും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആയത്തിറക്കുന്ന ഒരു അള്ളാഹുവിനാണ് ഞാൻ ഖുർആനിൽ കണ്ടത്. 23 വർഷക്കാലം മുഹമ്മദിന് എന്ത് വേണം, മുഹമ്മദിന് വേണ്ടി വരും കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുക, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം നോക്കി പിന്നെ ആയത്തിറക്കാൻ വെമ്പി നിൽക്കുന്ന മുഹമ്മദിന്. അതായത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഖുർആനിലത്തെ ഒരു ആയത്താണ്, മുഹമ്മദ് സ്വന്തം വളർത്തുമകന്റെ ഭാര്യയോട് താല്പര്യം തോന്നുകയും എന്നിട്ട് ഈ കാര്യം ഈ വളർത്തുമകനോട് പറയുകയും എന്നിട്ട് ആ ഭാര്യയെ ഒഴിവാക്കിച്ചിട്ട് മുഹമ്മദ് തന്നെ കല്യാണം കഴിക്കുകയും ചെയ്യാണ്.
അപ്പം കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ആയത്ത് ഇറക്കുന്നുണ്ട്. മുഹമ്മദ് നാട്ടുകാരോടൊക്കെ ഇത് പറയാൻ പേടിയായിട്ട് 37 പറയാണ്. നാട്ടുകാരോടൊക്കെ ഇത് പറയാൻ പേടി ഉള്ളിൽ ഒതുക്കുന്നവരാണ് മുഹമ്മദിന് ആയത്ത് വരുന്നത്. അത് പറഞ്ഞാൽ നീ എന്തിന് മറ്റുള്ളവരെ ഭയപ്പെടണം, നിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹ്ക്ക് അറിയാം, മറ്റുള്ളവരെ ഭയപ്പെടുന്നില്ല, നിസ്കരിക്കുന്ന നോമ്പൊക്കെ ചെയ്തു. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഈ സൈനബിനെ അനുവദിച്ചുകൊണ്ട്, മുഹമ്മദിന്റെ വളർത്തുമകളെ അനുവദിച്ചുകൊണ്ട് ഒരു ആയത്ത് ഇറക്കിയിട്ട് ലാസ്റ്റ് പറയാണ്, പിന്നെ ഇനി ഭാവിയിലേക്ക് സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ സത്യവിശ്വാസികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ലോകത്ത് ഇന്നേ വരെ സ്വന്തം മകന്റെ ഭാര്യയെ കല്യാണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് മുഹമ്മദിന് അല്ലാതെ ഇറക്കണ്ടായില്ല. അതിനെ ആയത്ത് അനുവദിച്ചു കൊടുക്കുകയാണ്. അതേപോലെ ഈ കല്യാണത്തിന്റെ അന്ന് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ പിരിഞ്ഞു പോകാതെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മുഹമ്മദിന് ആയത്തിറക്കണം. അപ്പോഴേക്ക് അള്ളാഹു ആരും പിരിഞ്ഞു പോകണില്ല. അപ്പം അപ്പോഴേക്ക് അള്ളാഹു ആയത്തിറക്കുകയാണ്, ഈ മുഹമ്മദിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ പിരിഞ്ഞു പോകണം, അവിടെ വർത്താനം പറഞ്ഞ് രസിച്ചിരിക്കരുത്, അത് തുറന്നു പറയാൻ മുഹമ്മദിന് ലജ്ജയുണ്ട്, പക്ഷെ അള്ളാഹു ആയ എനിക്കൊരു ലജ്ജയുമില്ല. ഇതൊക്കെയാണ് ഖുർആനിലെ താഴ്ത്തുകൾ എന്ന് പറഞ്ഞാൽ. മുഹമ്മദിന് അന്നേരം അനുവദിച്ചു കൊടുക്കുക, മുഹമ്മദിന് ഏതൊക്കെ കെട്ടാം കെട്ടാതിരിക്കാം എന്നുള്ള നിരന്തരം ആയത്തുകൾ അനുവദിച്ചു കൊടുക്കുക. അങ്ങനെ ഇതുടനീളം വായിക്കുകയാണെങ്കിൽ ഉടനീളം മുഹമ്മദിന് വേണ്ടി കാര്യങ്ങൾ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുക. അപ്പം ഈ ആയിഷ, മുഹമ്മദിന്റെ ഭാര്യ, കുഞ്ഞു 6 വയസ്സ് കല്യാണം കഴിച്ച ആയിഷ ഒരിക്കൽ പറയുന്നുണ്ട്, പിന്നെ ഈ മുഹമ്മദിന് സ്ത്രീകൾ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ആയിഷന്റെ ഒരു ഹദീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് സ്ത്രീകൾ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ അള്ളാഹു താങ്കളുടെ റബ്ബ് ധൃതി കൂട്ടുന്നതാണല്ലോ എനിക്ക് കാണാൻ പറ്റുന്നത് എന്ന്. അതായത് താങ്കളുടെ റബ്ബ് എന്ന് പറയുന്നത് ശരിക്കും ഇസ്ലാമിലെ ആദ്യത്തെ യുക്തിവാദിയാണ് മുഹമ്മദിന്റെ ഭാര്യ ആയിഷ. പക്ഷെ ഇസ്ലാമിന് പിന്നെ ഈ 4ാമത്തെ ഖലീഫായ അലിക്കെതിരെ യുദ്ധം ചെയ്തു, ജമൽ യുദ്ധം ചെയ്തു. അതായത് സത്യവിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടിയാല്, സത്യവിശ്വാസികളെ പരസ്പരം കൊന്നാല് അവര് നരകത്തിലാണ് ഖുർആനിലെ 2 സ്ഥലത്ത് ആയത്തുണ്ട്. പക്ഷെ ഈ സ്വർഗം വാഗ്ദാനം ചെയ്ത ആളാണ് അലി എന്നൊക്കെ പറഞ്ഞാല്. അപ്പം ഇവര് തന്നെ പരസ്പരം ഏറ്റുമുട്ടുകയും ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന പറഞ്ഞാൽ ഈ ഉടനീളം ആയിഷക്ക് ഈ മുഹമ്മദിന്റെ ഈ തട്ടി പറയാമായിരുന്നു. പക്ഷെ ഇത് തുറന്നു പറഞ്ഞാല് തല പോവും എന്നുള്ളത് കൊണ്ട് പിന്നെ ഈ തുറന്നു പറഞ്ഞില്ല എന്നല്ല. അപ്പൊ ആയിഷ തന്നെ പറയുന്നുണ്ട് മുഹമ്മദിനോട്, താങ്കളുടെ റബ്ബ് സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് പിന്നെ അനുവദിച്ചിടാൻ ധൃതി കൂട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉടനീളം ഖുർആൻ വായിച്ചാൽ ഇതൊന്നുമല്ല, ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ വായിച്ച ഉടനീളം മുഹമ്മദിന്റെ അപ്പം വേണ്ട കാര്യങ്ങൾക്ക് ഒരു മുട്ടുമില്ലാതെ അള്ളാഹ് ഇങ്ങനെ വന്ന് ആയത്തിറക്കും. പിന്നെ ഓരോരോ കാര്യങ്ങൾക്ക് ആയത്തിറക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഖുർആൻ ഉടനീളം അങ്ങനെയുള്ളൂ. പക്ഷെ ഒരു മുസ്ലിമായി എങ്ങനെ ജീവിക്കാം എന്നുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അത് ഖുർആൻ അവർ തഫ്സീറുകൾ നോക്കേണ്ടി വരുന്നു, മറ്റ് ഇതര ഗ്രന്ഥങ്ങൾ നോക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഓരോരോ ഇസ്ലാമിക കാര്യങ്ങളിലും അവർ പരസ്പരം തർക്കിക്കുകയും എതിരിടുകയും, ഇപ്പൊ ലോകത്ത് നമ്മൾ നോക്കിയാൽ ഇസ്ലാം തന്നെ അടിസ്ഥാനമായിട്ട് 2 വിഭാഗങ്ങളല്ല, സുന്നി ഷിയ. അതല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഉപവിഭാഗങ്ങളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോഴും ആദ്യം തന്നെ ഈ ഞാൻ ഇന്ത്യയിൽ ഇപ്പൊ ആദ്യമേ ജാഫർ പറഞ്ഞല്ലോ, ജാഫർ AP വിഭാഗം സുന്നി വിഭാഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിനകത്തുള്ള ഇത്തരം അകത്തുള്ള വിഭാഗങ്ങള് ഇസ്ലാമിന് പുറത്തുള്ള ആൾക്കാർക്ക് അറിയത്തൂരില്ല. അപ്പൊ നമുക്കിപ്പോ ഹിന്ദു മതത്തിലെ ജാതി വ്യവസ്ഥയെ പറ്റി എല്ലാവർക്കും നല്ല ഒരു ബോധമുണ്ട്, എന്തൊക്കെയാണ് ജാതികൾ എന്നൊക്കെ ഉള്ളത്. അതേസമയം ഇസ്ലാമിനുള്ളിൽ ഒരുപാട് ഇതുപോലുള്ള തരംതിരിവുകളും ജാതികളൊക്കെ ഉണ്ടായത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിന് പുറത്തുള്ള ഒരാൾക്ക് അതിനെപ്പറ്റി യാതൊരു അറിവില്ല, അതെന്താണെന്ന് പോലും അറിയില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കേരളത്തിലെ ഇസ്ലാമിൽ ഇങ്ങനെ അതിനുള്ള വിഭാഗങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ ഇസ്ലാമിന് പക്ക ജാതി വ്യവസ്ഥകൾ തന്നെ ഉണ്ട്. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ ഏകദേശം കുറഞ്ഞു എന്നല്ലാതെ, പണ്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗം കല്യാണം കഴിക്കുകയല്ലായിരുന്നു. അപ്പം ഞങ്ങളെ നാട്ടിലെ കണ്ട ഒസാൻ എന്ന് പറയും, ഈ പിന്നെ ഈ ബാർബർ പണികൾ എടുക്കുന്ന ഒസാൻ എന്ന് പറയാം. അപ്പം അതൊരു വിഭാഗമായിട്ട് വളർന്നു വന്ന് അവരെ പിന്നെ പെൺകുട്ടികളെ അല്ലെങ്കിൽ നമ്മൾ പരസ്പരം പുറത്തേക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ലായിരുന്നു. അപ്പം വിഭാഗം, അങ്ങനെ പറഞ്ഞ കുറെ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇസ്ലാമിലെ നമ്മുടെ ഹിന്ദു മതത്തിലൊക്കെ നമ്പൂതിരിമാര് അല്ലെങ്കിൽ ഉയർന്ന വരക്കാര്, നായന്മാരൊക്കെ പറയുമ്പോൾ തന്നെയുള്ള പിന്നെ ഉയർന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നതാണ് തങ്ങന്മാര് എന്ന് പറയും. തങ്ങന്മാര് എന്ന് പറഞ്ഞാൽ ഇവരെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദിന്റെ പരമ്പരയായിട്ട് വന്നിട്ട് അതിന്റെ പരമ്പര ഇങ്ങനെ നടത്തി പോരുന്നതാണെന്ന് പറയുന്നത്. പക്ഷെ ഈ കുറെ മുമ്പ് യമനിലെ ഹദറമാത്ത് എന്ന സ്ഥലത്ത് നിന്നൊക്കെ കുറെ ആൾക്കാർ കേരളത്തിലേക്ക് കുടിയേറുകയും അങ്ങനെ ഇവിടെ അവരുടെ പാരമ്പര്യം നിലനിർത്തി പോയി. അക്കാലത്തൊക്കെ അവരെ നായർ സ്ത്രീകളായിരുന്നു കല്യാണം കഴിച്ചത്. അപ്പൊ നായർ സ്ത്രീകളെ കല്യാണം കഴിച്ച് നിരന്തരം പിന്നെ അനുബന്ധം ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അങ്ങനെ വന്നു. പക്ഷെ അവരെല്ലാവരും മുഹമ്മദിന്റെ പരമ്പരക്കാരാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഈ തങ്ങന്മാർ എന്നൊരു പ്രബലമായ വിഭാഗം, അതായത് ഒരു ബ്രാഹ്മണ്യ വർഗം ഇവിടെ രൂപം കൊള്ളുന്നത്. അവര് പിന്നെ ഈ ചൂഷണത്തിന്റെ മുഖ്യ
ഉപാധിയായിട്ട് അവരെ ആ പദവി അവർ കൊണ്ടാടുകയും അത് നടത്തിപ്പോരുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ പാണക്കാട് തങ്ങന്മാരായി അല്ലെങ്കിൽ ഞങ്ങളിവിടെ ചളിക്കോട് തങ്ങന്മാരുണ്ട്. ഇവരൊക്കെ ആയെന്ന് പറഞ്ഞാൽ അധ്വാനിക്കാതെ കഴിയാം, ജനങ്ങൾ ഇവരൊക്കെ ബഹുമാനം കൽപ്പിക്കുകയും അങ്ങോട്ട് കാര്യങ്ങളെ കൊടുക്കുകയും ഇത്രത്തോളം ചൂഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം വേറെ ഇല്ല. അപ്പം ഇതിലൊരു ബ്രാഹ്മണ്യ വർഗ്ഗമാണ് തങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് മുഹമ്മദിന്റെ പരമ്പര എന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു പരമ്പര തന്നെയല്ല. കാരണം എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് കാലഘട്ടത്തില് ഈ മുഹമ്മദ് മരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്ന പറഞ്ഞാൽ ഇസ്ലാമിലുടനീളം ആദ്യത്തെ ഖലീഫായ അബൂബക്കർ മാത്രമേ നല്ല രീതിയിൽ മരിച്ചുള്ളൂ. ബാക്കി അങ്ങോട്ട് ഉമർ, ഉസ്മാൻ, അലി തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ടുള്ള മുആവിയ, യസീദ് തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും പരസ്പരം യുദ്ധങ്ങൾ നടക്കുകയും ഇസ്ലാമിന്റെ പിന്നെ വളർച്ച തന്നെ യുദ്ധങ്ങളിലൂടെയാണല്ലേ? യുദ്ധങ്ങൾ മാത്രമാണ് നമ്മൾ കാണാൻ പറ്റുക. അങ്ങനെ ഈ പിന്നെ കർബല എന്ന് പറഞ്ഞൊരു യുദ്ധം ഉണ്ടായിരുന്നു. പിന്നെ ഇറാഖിലെ കർബല എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തില് അബൂ സുഫിയാന്റെ മകൻ, മുആവിയയുടെ മകനായ യസീദ് ഈ മുഹമ്മദിന്റെ പരമ്പരയെ മൊത്തം കൊന്നൊടുക്കുന്നുണ്ട്. അപ്പൊ മുഹമ്മദിന്റെ പരമ്പര അവിടെ ആരും ബാക്കി വെക്കാതെ കൊന്നൊടുത്ത് തീർക്കുന്നുണ്ട്. പിന്നെ ഈ ഖുർആനിലൊരു വാചകമുണ്ട്, കുറ്റിയറ്റവൻ എന്ന്. പിന്നെ മുഹമ്മദിനെ അധിക്ഷേപിക്കുന്ന സമയത്ത് അവിടുത്തെ സമൂഹം കുറേശ്ശെ അധിക്ഷേപിക്കുന്ന സമയത്ത് കുറ്റിയറ്റ എന്ന് പറയുന്നത് മുഹമ്മദിന് ആൺകുട്ടികളില്ലാത്തതുകൊണ്ടാണ്. അപ്പം അള്ളാഹ് തിരിച്ചു പറയാണ് അവര് തന്നെയാണ് കുറ്റിയറ്റവൻ എന്ന് അവരോട് പറയുന്നത്. തിരിച്ചു പറയുന്ന തെറിയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചിട്ട് ആ പറഞ്ഞ മുഹമ്മദിന്റെ വംശ പരമ്പരയെ മൊത്തം ഈ ഒരു യുദ്ധത്തിലൂടെ കൊന്നൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്നിട്ടും ഇവര് പറയുന്ന പറഞ്ഞാല് ഈ പണ്ട് കാലത്ത് ഏകദേശം ഒരു 1800 സംതിങ്ങില് പിന്നെ കേരളത്തിൽ കുടിയേറിയപ്പെട്ട കുറച്ച് അറബികളെ വെച്ചുകൊണ്ട് അവര് മുഹമ്മദിന്റെ പരമ്പരയപ്പെട്ട ആൾക്കാരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവര് ഇപ്പോഴും തങ്ങന്മാര് കുറെ ആൾക്കാരുണ്ട്. വേറെ എന്ത് നോക്കിയാലും നമുക്ക് അവർക്ക് പ്രത്യേക മഹത്വം കൽപ്പിക്കുകയും അത് അവർക്ക് പക്കമായ ചൂഷണത്തിനുള്ള വിശ്വാസികളെ, ഒന്നും അറിയാത്ത വിശ്വാസികളെ ചൂഷണത്തിന് ഒരു ഉപാധിയാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇസ്ലാമില് പുറത്തുനിന്ന് കാണാൻ ജാതി ഇല്ലെങ്കിൽ പ്രകടമായ ജാതിയുണ്ട്. അതേപോലെ തന്നെ കുറെ വിഭാഗങ്ങളുണ്ട്. ഇപ്പം ഇവിടെ തന്നെയുള്ള ഒരു വിഭാഗം നിലവിലെ തങ്ങൾ വിവാഹം, ഓസാൻ വിവാഹം എന്നൊക്കെ പറയുന്നതേ അത് അതാത് വിവാഹത്തിൽപ്പെട്ടവരുമായിട്ട് മാത്രമേ വിവാഹം നടത്തൂ. അല്ല, ഇപ്പം കുറെയൊക്കെ അതിൽ മാറ്റമുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു വിഭാഗം മുസ്ലിംസിലുള്ള നക്ഷബന്ദിയ തെരീക്കത്ത് എന്ന് പറയും. അത് ഞങ്ങളിവിടെ കാന്തപുരത്തുള്ള തെരീക്കത്താണ്, പുതിയ തെരീക്കത്ത്. അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാല് ഇസ്ലാമിലുള്ള വിഭാഗം എന്ന് പറയുന്നത്. പക്ഷെ ഇവര് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ അവരുമായിട്ട് ഒരു ബന്ധവും സ്ഥാപിക്കില്ല. അതേപോലെ തന്നെ അവരെ വിഭാഗത്തിൽ മാത്രമേ കല്യാണം കഴിക്കും. പക്ഷെ പിന്നെ ഈ ഓസാ വിഭാഗം എന്ന് പറഞ്ഞാൽ അവരൊക്കെ പരസ്പരം ഏകദേശം കല്യാണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അങ്ങനെ മാത്രം കഴിക്കുന്ന കുറെ വിഭാഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ തങ്ങന്മാരും അതേപോലെ തന്നെ അവര് പെൺകുട്ടികളൊക്കെ തങ്ങന്മാർക്ക് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കും. പക്ഷെ ആണുങ്ങള് പിന്നെ മറ്റുള്ളവരെ കല്യാണം കഴിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും ഒരു അടിസ്ഥാനം ഇല്ല. 1400 വർഷം മുമ്പേ ആ പരമ്പര അവർക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുടിയേറിയവരൊക്കെ നായർ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടാണ് ഒരു കുട്ടികളുണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ സന്തതി പരമ്പര നോക്കുന്ന നായന്മാരായിരിക്കും. ഇതൊക്കെ ഒരു വിശ്വാസത്തെ എങ്ങനെ ചൂഷണം ചെയ്യാന്നുള്ളൊരു ഉപാധി മാത്രമാണത്. AP വിവാഹം, EK വിവാഹം അങ്ങനെയൊക്കെ പറയുന്ന അവ തമ്മിൽ ഇങ്ങനെ പരസ്പരം വിവാഹങ്ങളൊക്കെ നടക്കാറുണ്ടോ? അതോ അത് നടക്കും. സ്വഭാവങ്ങളെ പോലെയാണോ? HP എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരേ വിഭാഗം തന്നെ ആയിരുന്നു. അതെ, സുന്നികൾ എന്ന് പറയും, കേരളത്തിലെ സുന്നികൾ. ഇവര് ഷിയ സുന്നി വ്യത്യാസം വലുതായിട്ടുണ്ടോ കേരളത്തില്? സുന്നി കേരളത്തിൽ കുറവാണ്. അപ്പൊ നമുക്ക് ലോകത്ത് മൊത്തം നോക്കിയാലും ഷിയാക്കള് വളരെ കുറവാണ്. സൗദി അറേബ്യയിലൊക്കെ 85% പോലെ ത്തോളം സുന്നികളാണ്. പിന്നെ 15% ഷിയാക്കൾ. ഞാനൊക്കെ ഷിയാക്കൾ താമസിക്കുന്ന സ്ഥലത്ത് സൗദിയിൽ കുറെ കാലം ജീവിച്ച ആളാണ്. ഏകദേശം അവരുടെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇറാനിലൊക്കെ നോക്കുന്ന സമയത്ത് ഇറാനിലൊക്കെ കൂടുതൽ ഷിയാക്കളാണുള്ളത്, കുറച്ച് സുന്നികളേ ഉള്ളൂ. കേരളത്തിലെ ഷിയാക്കൾ വളരെ കുറവാണ്, പക്ഷെ സുന്നികളല്ല. ആ സുന്നികളുടെ തന്നെ ഒരു സുന്നിയായി പോരുന്ന സമയത്താണ് ഈ ഒരു അധികാരത്തിന്റെയോ അല്ലെങ്കിൽ അധികാര സ്ഥാപനങ്ങളുടെ ഒക്കെ പേരിൽ ഇവര് രണ്ട് AP സുന്നി, EK സുന്നി എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ വിശ്വാസങ്ങളും ഒരേ ആചാരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത്തരം അധികാര സ്ഥാപനങ്ങളുടെ ഒക്കെ പേരിൽ മാത്രം വിഭജിക്കുകയും പണ്ട് കൊമ്പ് കോർക്കുകയും ഇവരെ പരസ്പരം ആക്രമണം നടത്തുകയും പലരും മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇവരെ പരസ്പരം ആക്രമണം കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പം ഇവരൊക്കെ കൊമ്പ് കോർക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി ഇവരൊക്കെ പരസ്പരം കൊമ്പ് കോർക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വിരോധാഭാസം അല്ലെ കോമഡി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവര് പരസ്പരം കൊമ്പ് കോർക്കാതെ ഇവരെല്ലാവരും കൂടിയും യുക്തിവാദികൾ എങ്ങനെ നേരിടാം എന്ന അവസ്ഥയിലേക്ക് എത്തി. ഇവരെല്ലാം കൂടി യുക്തിവാദത്തെ നേരിടാനുള്ള പുതിയ ആയുധങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാൻ പറ്റുന്നത്. ഈ കാന്തപുരത്ത് തന്നെ ഈ അടുത്തൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, പിന്നെ നമ്മളൊക്കെ യുക്തിവാദികളോട് സംസാരിക്കണമെങ്കിൽ നേരിടണമെങ്കിൽ കുറെ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു
എന്ന്. അതേപോലെ പല ഒരു പറഞ്ഞേക്കാം, നിരന്തരം യുക്തിവാദികൾ പതിനായിരക്കണക്കിന് പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഖുർആൻ പരിഭാഷപ്പെടുത്തിയാണ് വലിയ പ്രശ്നമായത്. പിന്നെ അത് പരിഭാഷപ്പെടുത്തി ആൾക്കാരെ വായിക്കാൻ തുടങ്ങിയെന്നൊക്കെ മുസ്ലിംമാർ തന്നെ പറയുന്നത് കേൾക്കും. പക്ഷെ ഇവർക്ക് ഇതിന്റെ ചിന്തിക്കുന്നവർക്ക് ഭീഷണി മടത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇതിനെ ഒക്കെ ഏകദേശം ഇപ്പം അതിന്റെ മുപ്പര് ബിസിനസ് പൂട്ടിയൊരു അവസ്ഥയിലല്ല, മുപ്പരൊന്നും അധികം പുറത്ത് വരുന്നില്ല. പക്ഷെ നമ്മളൊക്കെ നിരന്തരം പുതിയ തലമുറ സ്വന്തം ഭാഷയിൽ ഇത് പഠിക്കാൻ തുടങ്ങി, പിന്നെ വിളിച്ചു പറയാൻ തുടങ്ങിയോണ്ട് ഇവർക്ക് എന്താ നിക്കക്കളിയില്ലാതെമായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മലയാളം പരിഭാഷ നിരോധിക്കാനുള്ള സാധ്യതകളൊക്കെ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടോ? അതെ അതെ. അല്ല, ഇനിയിപ്പം നിരോധിച്ചുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ, ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങി. പിന്നെ ഞാനിപ്പോഴത്തെ ഒരു യുവതലമുറ കാണുന്ന പറഞ്ഞാല് അവര് മതത്തെ തീരെ ബേസ് ചെയ്യുന്നില്ല. അവർക്ക് അതിപ്പം മതത്തെ അറിയാത്തത് കൊണ്ടൊന്നുമില്ല, അവർക്ക് സമയമല്ല. അവർക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ പോയി തന്നിട്ട് പക്ഷെ വീട്ടിലെ ഈ ചുറ്റുപാടിൽ നിന്ന് അവർക്ക് വിട്ട് അതിൽ നിന്ന് പൊട്ടിച്ചു വരാൻ പറ്റില്ലല്ലോ. അതിനവർക്ക് പറ്റില്ല. അത് അത്രമാത്രം എന്താ ബോണ്ടിങ് വന്നൊരു സംഭവമാണ്. അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാല് അവരെ ഞാൻ പറഞ്ഞല്ലോ, അതേ അവരെ ജീവിതത്തെ വലിച്ചെറിയപ്പെടും. അത് ഒരു ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണത്. അതെല്ലാം നഷ്ടപ്പെടും. ഇനിയിപ്പം അതുവരെ വലിയ പ്രശ്നമില്ലാന്ന് തോന്നിയാൽ കൂടിയും കുടുംബം പോവും, കുട്ടികൾ പോവും, എല്ലാവരും പോവും. അത് ഞാൻ പറഞ്ഞല്ലേ, ഈ ഇസ്ലാമിന്ന് പുറത്തു വന്ന ആൾക്കാരൊക്കെ അതുകൊണ്ടാണോ മറ്റു മതങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് എക്സ് ഹിന്ദു എന്ന് പറഞ്ഞ് നിൽക്കാതെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടാകുന്ന ഒരുപക്ഷെ അതുകൊണ്ടാണോ? അതിന്റെ ആവശ്യകത വേണ്ടി വന്നതാണ്. അതിന്റെ പിന്നെ നിലനിൽപ്പിന്റെ ആവശ്യത്തിന് ഒരുപക്ഷെ ഇസ്ലാമെന്ന് വിട്ടു വന്നവർ ഞങ്ങളൊരു കൂട്ടം എന്നുള്ള നിലക്ക് അതിപ്പം ശക്തമായ പ്രകടപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും അതൊരു ബോണ്ടിങ് ആവശ്യമായി വന്നതാണ്. കാരണം മറ്റു മതത്തിൽ ഇപ്പം വിട്ടുപോയി, അല്ലെ ഇപ്പം ഒരുപക്ഷെ ക്രിസ്ത്യാനിറ്റി വരെ മാറിക്കഴിഞ്ഞു. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ലല്ലോ. ഇസ്ലാം എപ്പോഴും ഞങ്ങൾക്കൊരു മാറ്റം പറ്റില്ല എന്ന് ഒരു റിട്ടേൺ ആയിട്ട് രേഖപ്പെടുത്തിപ്പെട്ടുപോയി. ഇതിലൊരു മാറ്റം പറ്റില്ല, ഖുർആനിൽ മാറ്റാൻ പറ്റില്ല, കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെ ഒന്നും മാറ്റാൻ പറ്റില്ല എന്നൊരവസ്ഥയിൽ അവർ വാശി പിടിക്കുന്ന ഒരവസ്ഥ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നേരെ തിരിച്ച് ക്രിസ്ത്യാനിറ്റി ആയാലും ഒരു ഹിന്ദു ആയാലും മറ്റ് മതങ്ങളൊക്കെ ആയാലും കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ തയ്യാറാണ്. ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. ഇപ്പം തന്നെ പോപ്പ് മാർപ്പാപ്പയൊക്കെ ആയാലും പല കാര്യങ്ങളിലും കാലഘട്ടത്തിനനുസരിച്ചുള്ള വിധി പറയുകയും അല്ലെ പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇസ്ലാം പറ്റില്ല. കാരണം അത് ഇതിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഖുർആൻ നോക്കുന്ന സമയത്തൊക്കെ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ ഗോത്രകാല കൾച്ചർ എന്തായിരുന്നു അതിൽ പെട്ടിയെടുക്കുകയാണ് ഇപ്പോഴും. അപ്പം ഇതിൽ നിന്നുകൊണ്ട് നമുക്കൊരു റിഫോർമേഷൻ നടക്കില്ല. ഇസ്ലാമിൽ നിന്നുകൊണ്ട് റിഫോർമേഷൻ നടക്കില്ല. അതിനെ പൊളിച്ചു വരികയെ നടക്കും. അപ്പം അതിനെ പരിഷ്കരിക്കുക എന്നത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ പരിഷ്കരിക്കാൻ ശ്രമിച്ചവരൊക്കെ ചെയ്യുന്നവരെയൊക്കെ അനുഭവിച്ച് നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ പരിഷ്കരിക്കല്ല, ഇത് പൊളിക്കണം, പൊളിയണം എന്നൊരു മാനവികതയിലേക്ക് വരണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ ഇവർക്ക് വിചാരിക്കും നമ്മൾ ഒരു മുസ്ലിങ്ങൾക്കെതിരെയാണ് ശബ്ദിക്കുന്നത്. നമ്മളൊരിക്കലും മുസ്ലിങ്ങൾക്കെതിരല്ല. ആരിഫ് ഹുസൈൻ ഒക്കെ പറയുമ്പോൾ നമ്മളൊക്കെ പഴയ കോയമാരായിരുന്നു. നമ്മളൊക്കെ ഇപ്പം ഇന്നലെയും കൂടി വിശ്വാസി വിളിച്ചു, ഭയങ്കര തർക്കത്തിൽ ഏർപ്പെട്ടു. പിന്നെ പക്ഷെ അവരൊക്കെ എനിക്ക് അറിയാം. കാരണം അവർക്ക് അദ്ദേഹത്തോട് ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് ചോദിക്കുമെന്നും എനിക്കറിയാം. കാരണം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞാൻ പണ്ട് ചോദിച്ചതാണ്. ഞാൻ യുക്തിവാദികളോട് അങ്ങോട്ട് ചോദിച്ചതാണ്. അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഇവിടുത്തെ ഒരു ഭൗതിക ഒരു മിക്സ്ഡ് കൾച്ചറിൽ ജീവിച്ചു വളർന്നത് കൊണ്ട് ഇവർക്ക് ഇതാണ് ഇസ്ലാം എന്നേ അറിയുള്ളൂ. പക്ഷെ നമ്മൾ എതിർക്കുന്നത് ഇസ്ലാം എന്ന ഐഡിയോളജിയാണ്. അപ്പം അത് പ്രാക്ടിക്കൽ ആക്കുന്ന പലയിടത്തും എന്ത് നടക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടുത്തെ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. മുസ്ലിങ്ങൾ എന്നാൽ ഇരകളാണ്. അവര് ഈ മതത്തിലെ ഇരകൾ മാത്രം. മുസ്ലിങ്ങൾ എത്രത്തോളം ഇസ്ലാമിന്റെ ഇരകളാണ് എന്ന് കൂടുതൽ ബോധ്യമുള്ളത് ഇസ്ലാം വിട്ടുവന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മറ്റു മതങ്ങൾ വിട്ടുവന്ന ആൾക്കാർ അവരുടെ മതത്തെ വിമർശിക്കുന്നതിനേക്കാളും വളരെ തീവ്രമായ രീതിയിലാണ് ഇസ്ലാം മതം വിട്ടുവന്ന ആൾക്കാർ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാറുള്ളത്. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എന്നോടൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഭാഷ കടുത്തതാണ്, എന്തുകൊണ്ട് ഇങ്ങനെ വിമർശിക്കുമെന്ന് ചോദിക്കാറുണ്ട്. അത് ഒരു മതത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഞാനിപ്പോ മതത്തിൽ നിന്ന് പുറത്തു വരുന്നു, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ എന്റെ വഴിയെ പോവും, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മളെ വേട്ടയാടുകയും നമ്മളെ നിരന്തരം നമുക്കെതിരെ പ്രകോപരമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ആ ഭാഷയും പ്രവർത്തനമൊക്കെ നമ്മൾ സ്വയം രൂപീകൃതമാകുന്നതാണത്. നമുക്ക് നിലനിൽപ്പിന് വേണ്ടി നമ്മളെ പ്രയോഗിക്കേണ്ടി വരും. പക്ഷെ ആ രീതിയിൽ ഇസ്ലാം വിട്ടു പോകുന്ന ഒരാൾക്കാർക്ക് അത്രത്തോളം തീവ്രമായിട്ട് വേട്ടയാടുന്നത് കൊണ്ടാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. പിന്നെ ഭാഷ പ്രയോഗിക്കേണ്ടി വരുന്നത്, നിരന്തരം നിലനിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുവരേണ്ടിയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. മറ്റു മതക്കാർക്ക് ആ പ്രശ്നങ്ങളില്ല. മാത്രമല്ല പരിഷ്കരണം നടക്കാത്ത ഒരു മതമായതുകൊണ്ട് തന്നെ അത് പൊളിച്ചെഴുതുന്നുവെങ്കിൽ അത്തരത്തിലുള്ള തീവ്രമായ വിമർശനങ്ങൾ ഉണ്ടാവുകയും വേണം.
അങ്ങനെ വേണ്ടി വരും. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മൾ ഈ ഒരു ഐഡിയോളജിന്റെ ഈ പിന്നാമ്പുറത്തുള്ള ഇസ്ലാം എന്നാല് അതായത് ശരിക്കും കിതാബില് രേഖപ്പെടുത്തി വെച്ച ഖുർആനായി, ഹദീസായി, ഇസ്ലാമിക ഗ്രന്ഥങ്ങളായി ഇതിൽ രേഖപ്പെടുത്തി വെച്ച സാധനങ്ങൾ എന്താണ് നമ്മൾ വിശ്വാസികൾക്ക് കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഞാനൊക്കെ എന്റെ പ്രഭാഷണങ്ങളിലൊക്കെ എന്ത് സംസാരിക്കുന്ന സമയത്തും അതിന്റെ തെളിവടക്കം ആയത്തിന്റെ അല്ലെങ്കിൽ ഹദീസിന്റെ അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്പർ അടക്കം ഞാൻ കോട്ട് ചെയ്തിട്ടാണ് പറയാറുള്ളത്. പക്ഷെ എന്നാൽ കൂടിയും ഇവർക്ക് ഈ വിശ്വാസിക്ക് അതിനെ അങ്ങനെയല്ല ഇങ്ങനെ വെളുപ്പിക്കലുണ്ടാവും. പക്ഷെ അത് തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ്. ഇവര് ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലോ. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ പറഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ നമ്മുടെ ഒന്നും കേൾക്കരുത്, പള്ളികൾ വരെ ഇപ്പൊ ഓർഡറാണ്, യുക്തിവാദികളുടെ പ്രസംഗങ്ങൾ കേൾക്കരുത്, പരിപാടികൾക്ക് പോകരുത്, അവരെ നമ്മൾ പോലും അതേപോലെ ചിന്തിച്ചു എന്നുള്ള പേടി അവർക്കുണ്ട്. കാരണം ഒരു ട്രാക്ക് തെറ്റിക്കഴിഞ്ഞാല് നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത് അതാണ്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് ട്രാക്ക് തെറ്റാൻ പറ്റി ചിന്തിക്കാൻ പറ്റി എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ട്രാക്ക് തെറ്റിയാൽ പിന്നെ നമുക്ക് പണിയില്ല, പിന്നെ അവരെന്നെ അങ്ങ് കണ്ടെത്തിക്കോളും. അല്ല, ഇന്നത്തെ കാലത്ത് ഈ പ്രഭാഷണം കേൾക്കാൻ പോരുന്നൊക്കെ തുടങ്ങിയിട്ട് എന്താ കാര്യമില്ല, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മൊബൈലിൽ കിട്ടുമല്ലോ സംഗതികളെല്ലാം. അവിടെയാണ് അതിന്റെ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അവിടെയാണ്. അപ്പം അവര് അറിയാതെ പോലും എവിടെയെങ്കിലും അവരുടെ മുമ്പിലേക്ക് എത്തിപ്പെടും എന്നുള്ളത്. വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പുള്ള കാലഘട്ടത്തില് ഇസ്ലാം മതത്തെ വിമർശിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രം നമ്മുടെ പൊതുയിടങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വിമർശനാതീതമായ ഒരു മതമായിട്ട് തന്നെ നിലനിന്നിരുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും ട്രോൾ ചെയ്യപ്പെടുന്നതും ഒക്കെ ഇസ്ലാം മതമാണ്. അപ്പൊ അതിന് സഹനീയമായ രീതിയിലേക്ക് മെരുക്കിയെടുക്കാൻ നിങ്ങളെ പോലുള്ള ഒരുപാട് പേരുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ പുതിയ തലമുറയും ഇതേപോലെ ചിന്തിക്കുന്നവർ അത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇതൊക്കെ മലയാളത്തിൽ പഠിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതിലേക്ക് ദൈവികമില്ലായ്മയെ കുറിച്ചൊക്കെ കൂടുതൽ അവർക്ക് ബോധ്യമാവുകയും ഇതിലെ കെട്ടുപാടുകളും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒട്ടും മാറ്റപ്പെടാതെ സമൂഹത്തെ മൊത്തം, ലോകത്തെ മുഴുവൻ എന്ന് തന്നെ പറയാം, പിന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി പോലെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മതങ്ങളിൽ ഏറ്റവും ശക്തമായി ഇസ്ലാം മതം. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ശക്തമായി മുന്നോട്ട് തന്നെ പോകണം. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥകൾ? ഒരു മാറ്റങ്ങൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടോ എന്നൊരു ഫീലിംഗ് എങ്കിലും ജാഫറിനെ പോലുള്ള ആൾക്കാർക്കുണ്ട്? ഞാൻ എന്നെ തന്നെ വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് ഞാൻ മതവിശ്വാസിയായിരിക്കുന്ന സമയത്ത് എന്റെ പിന്നെ പ്രവർത്തനങ്ങളും ചിന്തകളും സന്തോഷങ്ങളും ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മതവിശ്വാസത്തിന് പുറത്തു വന്ന സമയത്തും എനിക്ക് ശരിക്കും മനുഷ്യനായി ജീവിക്കാൻ പറ്റുന്നത് ഇപ്പോഴാണ്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, മറ്റു മനുഷ്യരെ കാണുന്നവരോ അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ കാണുന്നവരൊക്കെ എനിക്ക് അവര് അതൊരു മുസ്ലിമിന് അങ്ങനെ പറ്റും. നിങ്ങളിപ്പോ എന്ത് മതസൗഹാർദ്ദം പറഞ്ഞാലും അല്ലെങ്കിൽ സാഹോദര്യമൊക്കെ പറഞ്ഞാൽ കൂടിയും ഒരു മുസ്ലിം ആയ ഒരു വിശ്വാസിക്ക് അന്യ മതസ്ഥൻ എന്ന് പറഞ്ഞത് അത് രണ്ടാം കിട പൗരനായിട്ടോ അവര് നരകത്തിൽ കിടക്കേണ്ട വിറകുള്ളേറ്റേ പറ്റും. പക്ഷെ ഇവിടുത്തെ ജീവിക്കുന്ന സാഹചര്യം കൊണ്ട് ഒരുപക്ഷെ തോളിൽ കൈയിട്ട് പോവുക ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. പക്ഷെ അതല്ല അതിന്റെ അടിസ്ഥാനം. പക്ഷെ എല്ലാവരും മനുഷ്യരാണ്, സ്ത്രീയായാലും പുരുഷനായാലും തേർഡ് ജെൻസ് ആയാലും എല്ലാവരും മനുഷ്യരാണ് എന്നൊരു ബോധത്തിലേക്ക് ആത്യന്തികമായി വരികയും നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താല് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹജ്ജ് ചെയ്യുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഹദീസ് ഉണ്ട്, നിങ്ങൾ മാക്സിമം പാപം ചെയ്യുക, പാപം ചെയ്യാത്ത ഒരു ജനതയാണ് നിങ്ങളെങ്കിൽ അള്ളാഹു നിങ്ങളെ പൊക്കിക്കളയുകയും പാപം ചെയ്യുന്ന ഒരു ജനതയെ അവിടെ കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് അവർ പാപം പ്രവർത്തിക്കുകയും എന്നിട്ട് അവർ പുറക്കലിനെ തേടുകയും ചെയ്യും, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശരിയായ ഹദീസ് ഉണ്ട്, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലാണ്. അപ്പം പാപം നിരന്തരം ചെയ്യാനും പുറത്തു കൊടുക്കുകയും ചെയ്യാനുമാണ് ഈ ദൈവം കൽപ്പിക്കുന്നത്. നിരന്തരം നമുക്ക് പാപം ചെയ്താൽ നമുക്കത് പുറത്തു വിടാൻ ദൈവമല്ല എന്നും നമ്മുടെ മനസ്സാക്ഷിയാണ് നമ്മുടെ കോർട്ടും ജഡ്ജൊക്കെ നമ്മുടെ മനസ്സാക്ഷിയാണ് നമുക്ക് ബോധ്യം വരികയും അതുകൊണ്ട് തന്നെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യാം. പക്ഷെ ഒരു വിശ്വാസികളെ നമ്മൾ നോക്കിയാൽ അതോടൊപ്പം നമ്മുടെ നാട്ടിലെ നിലവിലുള്ള നിയമങ്ങളും ഭരണഘടനയും ഒക്കെ അനുസരിച്ച് നമുക്ക് അവർ ചോദിക്കുന്നത് നമുക്ക് എന്ത് പകരം വെക്കാൻ എന്ത് കിട്ടാമെന്ന് ചോദിച്ചാൽ നമുക്ക് പകരം വെക്കാൻ പിന്നെ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് UDHR ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് നിലനിൽക്കുന്ന മാനസിക മതത്തിൽ നിന്ന് വിട്ടുപോകാൻ തന്നെ നമുക്ക് അതിനേക്കാളും വലിയ ഭരണഘടന നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇതൊന്നല്ല ഇതിനേക്കാൾ വലിയ മാനുഷികമായ സാഹോദര്യപരമായ ഒരു പുതിയ തത്വചിന്ത നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിനു ശേഷം നമ്മൾ അനുഭവിക്കുന്ന ഒരൊറ്റ ജീവിതമാണുള്ളത്. അത് അങ്ങനെ ദ്രോഹകരമാവാതെ ഇതിലൊന്നും കുത്തിമറയാതെ നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് എത്തുകയാണ്. അത്രത്തോളം ഒരു ആനന്ദകരമായ ഒരു അവസ്ഥ മറ്റൊന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് മറ്റുള്ളവരെ ഇവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് ഇവരെ മനുഷ്യരാക്കി കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഇസ്ലാമിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാലൊക്കെ വളരെ വല്ലാത്തൊരവസ്ഥയാണ് അവരനുഭവിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ അവര് തന്നെ ഇസ്ലാമിലെ സ്ത്രീകൾ ഈ മതത്തിന്റെ ഇരകളായിട്ട് പോലും അവര് തന്നെയാണ് മതം വളർത്താനും മുമ്പിലുള്ളത്. അവർക്ക് ഇവിടെയും ഉണ്ടാക്കിയ പൗരന്മാരാണ് സ്വത്തവകാശത്തിന്റെ കാര്യമായാലും പകുതിയുള്ളൂ. തന്നെ ഈ പുരുഷന്മാർക്ക്
പിന്നെ 4 കെട്ടാം, സ്ത്രീയെ കെട്ടാൻ പറ്റില്ല. എന്നിട്ട് ഖുർആൻ മരിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് ഒന്നുമില്ല, പുറംമാരിയില്ല. ഇവർക്കൊന്നുമില്ല. പിന്നെ മറ്റവർക്ക് 72 ഹൂറികളുണ്ട്, മദ്യപ്പുഴയുണ്ട്, കാര്യങ്ങളുണ്ട്. ഇവർക്ക് പിന്നെ പറയുന്നത് പറഞ്ഞാല് ഈ ഹൂറികളോടൊക്കെ റാണിയായിട്ട് ഇവർക്ക് വായെന്നാ പറയുന്നത്. അതായത് ഇന്നിന്റെ ഭർത്താവിന്റെ അടുത്ത് ഏത് ഹൂറി പോകണം, നാളെ ഏത് ഹൂറി പോകണം കണക്ക് എഴുതിയിട്ട് മേശക്കിരിക്കുന്ന റാണിയായിട്ട് വായാണ്. എന്നിട്ട് ഇത്രത്തോളം രണ്ടാം കിട പൗരായിട്ട് എന്താ ഇവര് ഒരു സ്ത്രീ അനുസരണക്കേട് കാണിച്ചാലല്ല, കാണിക്കുമെന്ന് ആശങ്കിച്ചാല് തല്ലാനാണ് ഖുർആനിലെ പറയുന്നത്. അപ്പം എന്നിട്ടും ഈ സ്ത്രീകളാണ് ഇതില് ഇരകളായി പോകുന്നത് ഭീകരമായിട്ട്. ഇവരൊക്കെ ഒന്ന് മനുഷ്യരാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ദൗത്യം. അപ്പം അതിന്റെയൊക്കെ അവർക്ക് നന്നായി ആകപ്പാടെ റിസൾട്ട് കാണുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് കാരിക്കപ്പഴം മാത്രമേ ഉള്ളൂ. എങ്ങനെ? സ്വർഗത്തിൽ നിന്ന് കാരിക്കപ്പഴം മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക്? അല്ല, സ്വർഗത്തിൽ ആണുങ്ങൾക്ക് പലതും എടുത്തു പറയുന്നുണ്ട്. മാറിടം തൊടുത്ത വിശാല നയനങ്ങളുള്ള സുന്ദരികളും പിന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ 6 പാക്ക് ഉള്ള പുരുഷന്മാരും ഉണ്ട് എന്ന് പറയുന്ന എവിടെയും പറയുന്നില്ല. സ്ത്രീയൊക്കെ എവിടെയും ഒന്നുമില്ല. അവരവിടെ ഇവിടെയൊക്കെ തന്നെ പുരുഷന്റെ അടി കഴിയേണ്ട ഒരു വസ്തു മാത്രമാണ്. അപ്പം ഇവിടെയാണ് പ്രശ്നം പറ്റുന്നത്. കാരണം പക്ഷെ ഈ സ്ത്രീകൾ തന്നെയാണ് മതത്തിന്റെ എവിടെ നോക്കിയാലും അവര് മതം വളർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്കൊരു മനുഷ്യരായി കണ്ടാൽ മതിയായിരുന്നു. ഒരു പർദ്ദക്കുള്ളിൽ ഒതുക്കി മുഖം പോലും പുറത്ത് കാണിക്കാതെ നടക്കുന്നത്. പക്ഷെ ഞാൻ സൗദിയിലൊക്കെ വർക്ക് ചെയ്ത കാലത്തൊക്കെ അവിടുത്തെ ജനങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷെ ഇന്ന് സൗദിയൊക്കെ മാറിക്കഴിഞ്ഞു. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ പല രീതിയിലും മാറ്റാം. സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മറുഭാഗത്ത് ഈ ഗൾഫിന്റെ പണമൊക്കെ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് വരെ മറുഭാഗത്ത് നമ്മൾ ഇടുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. അവിടെ അത് സ്ത്രീയുടെ മാത്രം താല്പര്യമല്ല, അത് പുരുഷന്റെ അടിച്ചമർത്തി അവരിലേക്ക് കൊടുക്കുന്ന ബോധത്തിന്റെ പ്രശ്നം കൂടിയാണ്. ഒരു അടിമക്ക് താൻ അടിമയാണ് എന്നുള്ള ബോധം ഉണ്ടായാൽ മാത്രമേ സ്വാതന്ത്ര്യം എന്താണെന്നുള്ള വില മനസ്സിലാവൂ. അത് ബോധം ഞാനൊരു അടിമയാണ് തിരിച്ചറിയാത്തിടത്തോളം കാലം ഒരിക്കലും ഒരു അടിമക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ച് അറിയുന്നില്ല. അതെ അതെ. ഈ ഒരു മാറ്റം കേരളത്തിലെങ്കിലും പതുക്കെങ്കിലും വന്ന് തുടങ്ങുമെന്ന് വിചാരിക്കാം. കാരണം ഒരുപാട് ശക്തമായ മതവിമർശനങ്ങളൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പുതിയ തലമുറയിലെങ്കിലും ചെറുതായിട്ടൊരു ചിന്തയിൽ മാറ്റമൊക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇത്തരം വിമർശനങ്ങൾക്കും വിമർശിക്കുന്ന ആൾക്കാർക്കും സമൂഹത്തിൽ കൂടുതൽ ഒരു വിസിബിലിറ്റിയും അംഗീകാരവും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടാകണം. പണ്ട് ഇപ്പൊ മുമ്പ് ഒരു ദശാബ്ദം മുമ്പ് അങ്ങനെ ഒരു അവസ്ഥയൊന്നും നമ്മുടെ കേരളത്തിലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം കുറെ നാളായിട്ട് കൂടുതൽ വിസിബിലിറ്റി ഉണ്ട്. കൂടുതൽ ഇപ്പൊ നമ്മൾ വരാൻ പോകുന്നു ഒക്ടോബർ 19 ലിറ്റ്മസ്, ഒരു സ്വതന്ത്രരുടെ ഒരു വലിയൊരു സമ്മേളനമാണ്. കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ചായിരുന്നു. ഏകദേശം 18,000 ആൾക്കാർ പങ്കെടുത്തു. ഇപ്രാവശ്യം നമ്മളത് 10,000 എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സമ്മേളനങ്ങളും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ സമൂഹത്തില് ഒരു പൊതുബോധമായിട്ട് ഒരു സ്വാഭാവികമായിട്ട് മാറണം. മതവിമർശനം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സ്വാഭാവികമായ കാര്യമായിട്ടും മത നിരാശ്രയ ആൾക്കാർ സ്വാഭാവികമായി ഒന്നായിട്ട് സമൂഹത്തിൽ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ മതങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ നേർപ്പിക്കപ്പെട്ട് വരികയും അതിന്റെ ഗുണങ്ങൾ സമൂഹത്തിൽ ലഭിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ളൊരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് ഇത്തരം മതവിമർശനങ്ങൾ അത് എന്ത് കേസുകളും വഴക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ എതിരിട്ടാലും നിങ്ങളെപ്പോലുള്ള കുറെ ആൾക്കാർ, അതും പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ വിമർശിക്കുന്നത് തീർച്ചയായും വളരെ അഭിനന്ദനീയമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിനും പ്രത്യേകിച്ചും മുസ്ലിങ്ങളായ ആൾക്കാർക്കും ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന് ആ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ അതേപോലെ എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ എസൻസിനെ പോലെ ഒരു സംഘടനയുടെ പ്രസക്തിയാണ്. കാരണം സോഷ്യൽ മീഡിയ കാലത്ത് നിരന്തരം പരിപാടികൾ നടത്തുകയും അതേപോലെ തന്നെ മതവിമർശനം മാത്രമല്ല പല രീതിയിലുള്ള ഇപ്പം വിമർശിക്കാൻ മടിക്കുന്ന പൊളിറ്റിക്സ് ആയാലും അതേപോലെ തന്നെ മതമായാലും അങ്ങനെ സാമ്പത്തിക അന്ധവിശ്വാസങ്ങളായാലും ഇതിനെല്ലാത്തിലും കടന്നു കയറിയിട്ട് ആരോഗ്യമേഖലയുള്ള അന്ധവിശ്വാസമായാലും പിന്നെ ഇതിലെല്ലാം പണ്ട് നമ്മൾ പരിശുദ്ധം എന്ന് കരുതിയ 3 മേഖലയായിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ആത്മീയത. പക്ഷെ ഈ 3 മേഖലയും ബിസിനസ് വൽക്കരിക്കാൻ പറ്റിയ എളുപ്പമാർഗമായിട്ട് പിന്നെ മാറിക്കഴിഞ്ഞു. അപ്പൊ അതിൽ ഏറ്റവും പെട്ടെന്ന് ബിസിനസ് വൽക്കരിക്കാൻ പറ്റിയ സാധനമാണ് ആത്മീയത. ഇതിൽ പെട്ടെന്ന് ആൾക്കാർ വീണു പോകും. അതിൽ പ്രത്യേകിച്ച് ഇസ്ലാമിലും എല്ലാ മതത്തും അങ്ങനെ തന്നെയാണ്. ഇസ്ലാം എന്ന് മാത്രമൊന്നുമല്ല. അപ്പം എല്ലാ മതങ്ങളെയും ഒരു ദാക്ഷിണ്യവും ദയയും കാണിക്കാതെ കടന്നാക്രമിക്കാനുള്ള ചങ്കൂറ്റം അത് കേരളത്തിൽ കത്തിപ്പടർത്താൻ പറ്റിയത് എസൻസ് എന്ന സംഘടനക്കാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് സംഘടനയേക്കാൾ ഉപരി അത് കേരളത്തിൽ ഉടനീളം എല്ലായിടത്തും ഗ്രാമപ്രദേശങ്ങളിൽ പോലും കടന്നു ചെന്നുകൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും മതവിമർശനം അല്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങളൊക്കെ ഒരു ആഘോഷമാക്കി മാറ്റാനും എസൻസിന് പറ്റിയെന്ന് പറഞ്ഞതാണ് എസൻസിന്റെ പ്രസക്തി ഉള്ളത്. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ ലിറ്റ്മസോട് കൂടി തന്നെ നമ്മൾ അതിന്റെ ഒരു
എന്താ അതെ അതെ അതിന്റെ ഒരു നാലപ്പടക്കത്തിന് തീ കൊടുക്കും, ആ ചിന്തയുടെ ഒരു പടക്കത്തിന് തന്നെ തീ കൊടുത്തിട്ട് അതൊരു ഉത്സവമാക്കി മാറ്റാൻ പറ്റുന്നതിനുണ്ട് ഒരു പ്രതീക്ഷ. അതിന്റെ ഒരു അതെ മുന്നോട്ട് നമുക്ക് പല ലിറ്റ്മസും നമ്മൾ കണ്ടു. അതിനേക്കാൾ ഉപരി ഉം. ലിറ്റ്മസ് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഓരോ ലിറ്റ്മസും മുൻ സംഭവമായി മാറി. ലിറ്റ്മസിനോടാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ ഓരോ ലിറ്റ്മസും മുൻ ലിറ്റ്മസിനോട് മത്സരിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതെ അതെ തീർച്ചയായിട്ടും വീഡിയോ അതിന്റെ മെച്ചപ്പെട്ടെങ്കിൽ. ജനബാഹുല്യമൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അവരൊക്കെ ആ, ചിന്തിക്കാൻ തുടങ്ങി എന്നതും അതിനൊക്കെ നമ്മളെ അതെ. പോലുള്ളവരും ഇങ്ങനത്തെ ഒരു സംഘടനയൊക്കെ കാരണക്കാരാവുന്നു എന്ന് പറഞ്ഞിടത്ത് തീർച്ചയായും ലിറ്റ്മസിനൊക്കെ അല്ല ഈ എസൻസ് ഗ്ലോബലിനൊക്കെ തീർച്ചയായും നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. അതെ. നിങ്ങളെപ്പോലുള്ള ഓരോ വ്യക്തികൾ എല്ലാവരും കൂടെ ചേർന്നതാണ് ഈ എസൻസ് എന്ന് പറയുന്നത് തന്നെയാണ്. നിങ്ങളുടെ എല്ലാ വിമർശനങ്ങളും നിങ്ങളുടെ എല്ലാ പ്രഭാഷണങ്ങളും എല്ലാം ചേരുമ്പോഴാണ് സമൂഹത്തിൽ അതൊരു പൊതു ഒരു സംഘടനാ ചട്ടക്കൂടിൽ ഇത്രയും വിസിബിലിറ്റി ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു ഇതിന്റെ സ്വതന്ത്രതയുടെ യാത്രയെ തന്നെ ഒരു എന്താ പറയുക വലിയൊരു ത്വരിതമായിട്ട് വരുന്നൊരു സാധനമാണ് ഈ ഒരു ലിറ്റ്മസ് പോലുള്ള പരിപാടികളും ഒക്കെ. അപ്പൊ നമുക്ക് ഇനി അന്ന് ലിറ്റ്മസിൽ കാണാം. ഓക്കെ, സന്തോഷം തീർച്ചയായിട്ടും. ഓക്കെ.